ഇപ്പോൾ കണ്ണൂർ സ്കൂളിൽ ഞാൻ ഒരു സീൻ ചെയ്തതാണ് സാറിൻ്റെ ഓർമ്മയിൽ കിടക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്ത ആ ഒരു ഇൻ്റർവ്യൂ ആണ് എന്നെ ഒരു സിനിമയിലേക്ക് ഒരു ത്രൂ ഔട്ട് വേഷത്തിൽ എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന അവസരം അത് ഒരു ഓഫ് സ്ക്രീനിലായാലും ഓൺ സ്ക്രീനിലായാലും എങ്ങനെയായാലും ഒരു ക്യാമറയുടെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പോവാന്നുള്ളത് മാത്രമേ. വെറുതെ അല്ല കുറേ ഇന്റർവ്യൂസ് ഉള്ളത്. അതെ, തീർച്ചയായിട്ടും ഞാൻ എങ്ങും അത് ഇല്ലാന്ന് പറയില്ല. കാര്യം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതന്നെ. ഞാനും വേടനും ഒരുമിച്ച് താമസിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ട്രിവാൻഡ്രത്തൊരു നമ്മുടെ രാജീവ് ചേട്ടൻ, എഡിറ്റർ അജിത്ത് ചേട്ടൻ, ഇവരുടെയൊക്കെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ മീഡിയ മില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ഓഫീസ് ബോയിയാണ് വേടൻ, ഹിരൺദാസ്. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുമ്പോൾ എവിടെ നിന്ന് ഷോട്ടിൽ വരും, സ്ക്രീനിൽ വരും? അത് ആദ്യകാലങ്ങളിൽ എനിക്കറിയില്ലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ക്യാമറയും ഫ്രെയിമൊക്കെ പിന്നെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എവിടെ ചെന്ന് നമ്മൾ തട്ടി നിന്നാൽ എവിടെ നിർത്തുന്നു എന്നുള്ളതല്ല, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് കാര്യം. ലീവ് എടുക്കാനുള്ള കോൺഫിഡൻസ് വന്നപ്പോഴാണ് ഇനി വേറെ ലീവൊന്നും കിട്ടൂല എന്ന് മനസ്സിലായി. ലീവ് എടുത്തത് ഇനി ഞാൻ ഇങ്ങനെ കളിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് മനസ്സിലായപ്പോഴാണ്. ബാക്കിയെല്ലാം തീർന്നു, അവർക്ക് തരാൻ പറ്റുന്നതിന്റെ മാക്സിമം തന്നു. അപ്പോൾ കോറ്റിക്ക് പേടി എങ്ങനെ ഉണ്ടാക്കും? കോറ്റിക്ക് പേടി ഉണ്ടാക്കുന്നത് ഡയറക്ടറായിരുന്നു. ഡയറക്ടർ കൃത്യമായിട്ട് നമുക്കൊരു സാധനം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത്. ആദ്യം പറഞ്ഞത് എന്ത് ചെയ്യരുത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ബാക്കി എന്ത് ചെയ്യുക എന്നുള്ളത് പിന്നെ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. പേര് വിളിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇതുവരെയും ജിബിൻ എന്നുള്ള ആക്ടറെ അവർക്കറിയാം, പക്ഷേ ഈ ആക്ടറുടെ പേര് ജിബിനാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. പിന്നെ വേറൊന്ന് ആര് കണ്ടാലും മധുസൂനം പോറ്റിയല്ലേ എന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം ഇല്ല, അമ്പാൻ്റെ സംഭവം മാറിയിട്ടുണ്ട്. ഇപ്പം ആരും വിളിക്കാറില്ല. നിങ്ങളൊരു നടനാകാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നടനായിരിക്കും. അതെ, ഭയങ്കര ഫേമസ് ഡയലോഗാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആക്ടർ ജിബിൻ ഒരു നടനായത് ആഗ്രഹം കൊണ്ടാണോ അധ്വാനം കൊണ്ടാണോ? അത്യാഗ്രഹം കൊണ്ടാണ്. ഇപ്പൊ പ്രണവ് മോഹൻലാലിന് വാട്സാപ്പിൽ ബന്ധമുള്ള വളരെ ചുരുക്കം ആൾക്കാരിൽ ഒരാളാണ് അല്ലേ? ആയിരിക്കും. കാക്കിക്കുള്ളിലെ കലാകാരനാണോ അതോ കലാകാരനിട്ട കാക്കിയാണോ? ജീവിക്കാൻ വേണ്ടി കാക്കിയിട്ടൊരു കലാകാരനാണ്. അങ്ങനെയാണല്ലേ? അങ്ങനെയാണ്, ഇട്ടതാണ്. അതെ അതെ, തീർച്ചയായിട്ടും. സൂപ്പർ. മമ്മൂക്ക പൊളി പറഞ്ഞ ആക്ടർ ആണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്നത്. ജിബിൻ, വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു. മമ്മൂക്ക പൊളി എന്ന് പറഞ്ഞപ്പം ശബ്ദം ഇടറി അവിടെ നിന്ന്. ആ മൊമെന്റ് എന്തായിരുന്നു? ഫുൾ ബ്ലാങ്ക് ആണോ? എന്തെങ്കിലും ഓർമ്മയുണ്ടോ? കംപ്ലീറ്റ് ആയിട്ട് കയ്യിൽ നിന്ന് പോയത്. അത് കാര്യം വേറെ ഒന്നല്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല സ്റ്റേജിലേക്ക് വിളിക്കും എന്നുള്ളത് ഒരു ധാരണയില്ലായിരുന്നു. അപ്പോൾ നേരത്തെ അവിടെ പറഞ്ഞ് കേട്ടതിലും എനിക്ക് തോന്നുന്നു വിനായകൻ ചേട്ടനെ വിളിക്കും, പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ ലേഡീസിനെ എല്ലാവരെയും സ്റ്റേജിൽ കയറ്റും, അതൊക്കെ ഉള്ളത് മാത്രമല്ല ഡയറക്ടറും റൈറ്ററും പോകും എന്നുള്ളതായിരുന്നു ഞാൻ കേട്ടിരുന്നത്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് സാർ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് ഇരിപ്പുണ്ടായിരുന്നു, അവിടെ നിന്ന് പോകുന്നത് തൊട്ടുള്ള മുഴുവൻ മൊബൈലിൽ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് വരികയായിരുന്നു. നല്ല അടുത്തായതുകൊണ്ട് സാറിന് നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു, നല്ല കോസ്റ്റ്യൂം, നല്ല ആംബിയൻസ്. അപ്പോൾ അങ്ങനെ ഇത് എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് സംസാരിച്ച് വരുമ്പോഴത്തേക്ക് ആങ്കർ ഇങ്ങനെ പറയുന്നത് 1-2 മെയിൽ ക്യാരക്ടേഴ്സ് കൂടെ ഉണ്ടല്ലോ, അവരെ വിളിക്കാമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കാണ് സാർ ഇങ്ങനെ ജിബിൻ. അപ്പം ഞാനിതിങ്ങനെ സൂം ചെയ്ത് വെച്ചേക്കാം, ഞാൻ നോക്കുമ്പോൾ മൊബൈലിലേക്കാണ് കൈ ഇങ്ങനെ ഇരുന്നത്, ഇങ്ങനെ വിളിക്കണത്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് അയ്യോ, അപ്പോൾ അടുത്ത അത് വിളിക്കണ എണിച്ച ചെല്ല് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പോയതാണ്. പക്ഷെ അപ്പോഴും എനിക്ക് സംസാരിക്കേണ്ടി വരുമെന്നൊരു ധാരണയില്ല, നമ്മളെ ജസ്റ്റ് പരിചയപ്പെടുത്തുന്നത് തിരിച്ചു വരും എന്നുള്ളതായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കയറിയപ്പോഴത്തേക്കും തന്നെ ഏകദേശം എന്താ മൈക്കെടുത്ത് സാറ് കയ്യിൽ തന്നെയാണ് ഇത്. എന്ത് പറയണമെന്ന് പറഞ്ഞൂടാ, എനിക്ക് എവിടെ തുടങ്ങണമെന്ന് പറഞ്ഞൂടാ, സാറിനെ പറ്റി പറയണോ അതോ പടത്തെ പറ്റി പറയണോ? എൻ്റെ കിളി കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട്. ഞാൻ നല്ല സംസാരിക്കുന്ന ആളാണ്, പക്ഷെ അവിടെ വെച്ച് ബ്ലാക്ക് ഔട്ട്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ വളരെ ഫ്ലോയിൽ സംസാരിക്കുന്ന ആളാണ് ഞാൻ, എനിക്കൊന്നും പറയാനില്ല അവിടെ ചെന്ന്. മമ്മൂക്ക എഫക്റ്റ് ആണോ? തീർച്ചയായിട്ടും അത് തന്നെയാണ്, വേറെ ഒന്നുമില്ല അവിടെ. എഫക്റ്റായിട്ട് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാറിങ്ങനെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞിങ്ങനെ മൈക്ക് തന്നപ്പോൾ കിളി പോയി, എന്ത് പറയണമെന്ന് പറഞ്ഞിട്ടാ വിവരം പോലെ. മമ്മൂക്കയുടെ ഹഗ്ഗൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ അങ്ങ് എനിക്കറിയില്ല, ഒരു 3-4 വട്ടം അദ്ദേഹം എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ മൊമെന്റിൽ എനിക്കറിയാം, അങ്ങനെ എന്നെ പിടിക്കുന്നതൊക്കെ എനിക്കറിയാം. എനിക്ക് ഞാൻ സംസാരിച്ചു തുടങ്ങിയിട്ട് സാർ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞ ഒരു മൊമെന്റിൽ ലിറ്ററലി ഞാൻ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു. എനിക്ക് മനസ്സിലായി, ഒരു തുള്ളി കണ്ണീര് കൂടി ഞാൻ വന്നിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവിടെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞേനെ. കാര്യം എനിക്ക് നിൽക്കാൻ പറ്റില്ല, ഞാനിങ്ങനെ പിടിച്ച് നിൽക്കായിരുന്നു. അമ്മാതിരി ഞാനൊരു വേറൊരു ലോകത്താണ് ഞാൻ അവിടെ അപ്പം നിന്നത്. അയ്യോ, ആ ഷർട്ട് എടുത്ത് വെച്ചേക്കെന്ന് പറഞ്ഞിട്ട് അന്ന് ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ എടുത്താണ്. അത് തന്നത് നമ്മുടെ സാറിൻ്റെ തന്നെ കോസ്റ്റ്യൂമറുണ്ട്, അഭിജിത്ത്, അബിയുടെ ത്രെഡ് ലോക്കർ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ മിക്കവാറും
പ്രോഗ്രാംസിനെല്ലാം ഷർട്ടൊക്കെ എടുക്കുന്ന നടന്ന. അപ്പോൾ അഭി തന്നതാണ്. അപ്പോൾ ചേട്ടാ പോകുമ്പോഴത്തേക്കും എല്ലാം ഇത്രയും ആൾക്കാരൊക്കെ നമ്മളവിടെ ഉണ്ടെന്നുള്ള പ്രസൻസ് എല്ലാവർക്കും കിട്ടണം, അങ്ങനത്തെ ഒരു ഇതിൽ വേണം പോകാൻ. അപ്പോൾ പുള്ളിയാണ് എൻ്റെ കോസ്റ്റ്യൂമൊക്കെ അങ്ങനെ സെറ്റാക്കി വിട്ടു തന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ ആയിട്ട് സാറ് ഇങ്ങനെ ഇങ്ങനെ നമ്മളതിനെ ഹഗ് ചെയ്യുമ്പോഴത്തേക്കും ഇനി ഞാൻ ഒരിടത്ത് ആ ഷർട്ട് ഇടാൻ എനിക്കത് പറ്റില്ല. അത് എൻ്റെ ഏറ്റവും പേഴ്സണലായിട്ടുള്ള ഏറ്റവും വലിയൊരു സന്തോഷമാണ്. അതിന് ഞാൻ എന്നും വച്ചേക്കാൻ വേണ്ടി അതിന് അപ്പം തന്നെ വീട്ടിൽ ചെന്നു കൃത്യമായിട്ട് മടക്കി കൃത്യമായിട്ട് അലമാരി വെച്ചു. ഞാൻ പറയും ഇനി തൊടത്തില്ല എന്ന് പറഞ്ഞു. അതിൽ അത് മാത്രമല്ല ആ ഷർട്ട് ഇനി ലോകത്ത് എവിടെ പോയാലും ആരും അറിയും. അമ്മാതിരി തന്നെ റീച്ച് കിട്ടി അതിൻ്റെ ആ വീഡിയോയ്ക്ക്. അത്രയ്ക്ക് മമ്മൂക്ക ഇഷ്ടമാണോ? അയ്യോ ഇഷ്ടമാണോ, നമുക്ക് ഇഷ്ടത്തിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് മമ്മൂക്ക പൊളി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ. ആ ആക്ടിങ് എങ്ങനെയായിരിക്കും? അയ്യോ ഒന്ന് ഡേസേറയാണ്. അപ്പം കളങ്കാവിലും അങ്ങനെ ആയിരിക്കുമല്ലോ. കളങ്കാവിൽ എങ്ങനെയൊക്കെയാണ് പൊളിച്ചേക്കുന്നത്? കളങ്കാവില് സാറ് തന്നെയാണ് എന്നെ അതിൽ കാസ്റ്റ് ചെയ്തത്. സാറിന് ഈ പറഞ്ഞ സാറന്ന് വേദിയിൽ വെച്ച് പറഞ്ഞതുപോലെ സാറൊരു ആഡ് കണ്ടിട്ടാണ് എന്നെ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നല്ലൊരു ഉപമയൊക്കെ സാറെന്ന് പറഞ്ഞായിരുന്നു. അതെ തന്നെ, നമ്മൾ പോകുന്ന വഴിക്ക് വീണ് കിട്ടുന്ന പഴം എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഞാനിത് പിന്നെ രണ്ടാമത്തെ വീഡിയോ കാണുമ്പോഴാണ് ഇതൊക്കെ എനിക്കൊന്നും അവിടെ നിൽക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. സ്റ്റേജിലേക്കുമ്പോൾ ഇതേ കണ്ടിട്ട് കുറേ പേര് ആ ഉപമയെ എടുത്തു വെച്ചിട്ട് എന്നെ വിളിച്ചിരുന്നു. എടാ സാർ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേരൊക്കെ വിളിച്ചു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പലപ്പോഴും ഒരു ശ്രദ്ധിക്കപ്പെടാതെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആരുടെയും ഒരു ഫോഴ്സ് ഇല്ലാതെ ഇങ്ങനെ യാദൃച്ഛികമായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ ഒരു സത്തുള്ള സാധനം മുമ്പിലേക്ക് വന്ന് വീഴും എന്നൊരു മീനിങ്ങിലാണ് പറഞ്ഞത്. വീണ് കിട്ടിയ ഞാവൽപ്പഴം. അതെ, അങ്ങനെ അത് തന്നെയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞു തന്നെ എല്ലാവരും. അപ്പോൾ എനിക്കത് ഭയങ്കര അത്രയും അനുഗ്രഹം എന്നാണ് ഞാൻ കരുതുന്നത്. സട്ടിൽ ആക്ടിങ് എന്നാണ് എല്ലാവരും പറയുന്നത്. എന്താ സട്ടിൽ ആക്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? സട്ടിൽ ആക്ടിങ് എനിക്ക് അതെങ്ങനെയാണ് വരുന്നത് കൃത്യമായിട്ട് എനിക്ക് അതിനെപ്പറ്റി ഡിഫൈൻ ചെയ്യാനൊന്നും അറിയില്ല. പക്ഷേ ഒരു ഡയറക്ടറുടെ ആക്ടറാണ് ഞാൻ. ഒരു ഡയറക്ടർ എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുവേണ്ടി മാക്സിമം ഞാൻ എൻ്റെ എഫേർട്ട് ഇട്ട് കൊടുക്കും. അത് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ സെറ്റിലാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ അറിയില്ല. ഓക്കെ. അപ്പം സിനിമയോട് അടങ്ങാത്ത ആഗ്രഹമായിരുന്നു. ആക്രാന്തം എന്നുള്ള ടേമാണ് ഉപയോഗിച്ചത്. ആക്രാന്തം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആക്രാന്തമുള്ള ഒരു ആക്ടറോടാണ് എന്താണ് ആക്ടിംഗ് എന്ന് വെച്ചാൽ ജിവിൻ എന്ത് പറയും? നമ്മൾ ആക്രാന്തത്തിന് ഇനിയിപ്പോൾ അതിനും കൂടെ ഒരു ഡെഫിനിഷൻ കണ്ടെത്തേണ്ടി വരും. എൻ്റെ രീതിയിൽ അതിന് അങ്ങനെ കണ്ടെത്തേണ്ടി വരും. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം സാറ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, സാറിനിങ്ങനെ ഓരോരോ സിനിമയും അത്രയും ഇതാണ് പുതിയ ഓരോ സിനിമയിലും സാറ് ജോയിൻ ചെയ്യുന്നത് പുതിയ ഒരാളായിട്ടാണ്. മമ്മൂക്ക ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം ഈ പ്രായത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം നിൽക്കുന്ന ഒരു സ്റ്റേജിൽ പോലും അദ്ദേഹം സിനിമയെ കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം അതൊക്കെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. അപ്പം ഇത് കണ്ട് ഈ കൊതി എന്ന് പറയുന്ന സാധനം ഞാൻ അന്ന് അവിടെ സ്റ്റേജിൽ യൂസ് ചെയ്ത വാക്കതാണ്. ഞാൻ കൊതിച്ചു പോയിട്ടുണ്ട്. ഞാൻ അമ്മാതിരി കൊതിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ കണ്ണൂർ സ്കോഡിൻ്റെ ഷൂട്ടിനിടയ്ക്ക് ഇവരെല്ലാം സാറിൻ്റെ കൂടെ നിന്ന് ത്രൂ ഔട്ട് ചെയ്യണ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ദിവസം കിട്ടുമോയെന്ന് അങ്ങനെ കൊതിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സത്യത്തിൽ അത് തന്നെയാണ്. ഒരു അമ്മാതിരി ഒരു കൊതിയാണ്. ആക്രാന്തം എന്ന് പറയുമ്പോൾ കൊതിച്ച് കൊതി മൂത്തു പോവുക എന്ന് പറഞ്ഞില്ലേ, അതാണ് കൊതിയനായ ഒരു ആക്ടർ. അതെ അതെ അതെ, കൊതിയനായ ആക്ടർ. അതിനാണ് ഈ ആക്ടിങ് വരുന്നത് ആയിരിക്കാം. സാറ് തന്നെയാണ് സെലക്ട് ചെയ്തത്. നമുക്ക് തന്നെയാണ് കണ്ണൂർ സ്ക്വാഡിൽ ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ഒരു സീൻ ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇതിൻ്റെ ക്യാരക്ടർ ഇത് ത്രൂ ഔട്ട് ക്യാരക്ടറാണ്, മെയിൻ ക്യാരക്ടറാണ്. അപ്പോൾ ചെയ്ത് ആരാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഇരിക്കുന്ന സമയത്ത് സാറ് തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. ഇങ്ങനെ തിരുവനന്തപുരത്തുണ്ട്, അവനെ വിളിച്ചാൽ മതി. അതെ, കണ്ണൂർ സ്ക്വാഡിലൂടെ ഒരു സീൻ ചെയ്തതാണ്, അവനെ വിളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ആണ് സാറ് പറഞ്ഞത്. അങ്ങനെ ഞാൻ സിനിമയിലേക്ക് വരികയായിരുന്നു. പെർഫോമൻസ് അല്ല, ഞാൻ അനുഭവിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഡേസേറയിൽ തന്നെ പോറ്റിയുടെ റോള്. അപ്പോൾ നമ്മൾ അനുഭവിക്കണമെങ്കിൽ ഒരു 2 മിനിറ്റ് കണ്ണടച്ച് നിന്ന് അതിലേക്ക് കയറും എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? ഞാനിപ്പോൾ നമ്മളിപ്പോൾ DSR വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സത്തം എന്ന് പറയുന്നത് ഭയമാണ്. ഹൊറർ ഫിലിമിൻ്റെ ബേസിക് സത്തം എന്ന് പറയുന്നത് ഭയമാണ്. ഈ ഭയം ഒരു ആക്ടറിന് ഭയം ഉണ്ടായിട്ട് കാര്യമില്ല. ആ ക്യാരക്ടറിന് ഭയം ഉണ്ടായാൽ മാത്രമേ കാണുന്ന ആളിന് ഭയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ക്യാരക്ടർ ആ ഭയം ഉള്ളിലെടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും അവിടെ ജിബിനുണ്ടാവാൻ പാടില്ല. അവിടെ മസൂനം പൊറ്റി തന്നെ വേണം. മസൂനം പൊറ്റിക്ക് പേടി വരണം. അവിടെ ജിബിന് പേടി വന്നിട്ടേ കാര്യമില്ല. മസൂനം പൊറ്റിക്ക് പേടി വന്നു കഴിഞ്ഞാൽ ഇത് കാണുന്ന ആളിന് അല്ലെങ്കിൽ കാണുന്നവർക്ക് ഇത് പേടി വരും. അത് ഡയറക്ടർ അതാ പറഞ്ഞു. എൻ്റെ ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടാണ് പുള്ളി എന്നെ പടത്തിലേക്ക് എടുക്കുന്നത് പോലും. അപ്പോൾ പോറ്റിക്ക് പേടി എങ്ങനെ ഉണ്ടാക്കും? പോറ്റിക്ക് പേടി ഉണ്ടാക്കുന്നത് ഡയറക്ടറായിരുന്നു. ഡയറക്ടർ കൃത്യമായിട്ട് നമുക്കൊരു സാധനം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത്. ആദ്യം പറഞ്ഞത് എന്ത് ചെയ്യരുത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ബാക്കി എന്ത് ചെയ്യുക എന്നുള്ളത് പിന്നെ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ചെയ്യാത്തതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതെല്ലാം നമുക്ക് തന്നെ കിട്ടും.
എന്ത് ചെയ്യണം എന്നുള്ള സാധനം നമുക്ക് കിട്ടും. പിന്നെ ഈ രാഹുൽ സദാശിവൻ എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഒരു വിഷനുള്ള ആളാണ്. അത് സ്വന്തം സിനിമയെ പറ്റി അമ്മാതിരി വിഷനുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പുള്ളി എന്നെ സെലക്ട് ചെയ്യുന്ന സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞത് ഫുൾ സ്ക്രിപ്റ്റ് എനിക്കും പ്രണവിന് മാത്രമാണ് തന്നിട്ടുള്ളത്, ഇത് മുഴുവൻ വായിച്ചു വെക്കാനാണ് പറഞ്ഞത്. വായിച്ചു വെക്കുക, ശേഷം ഒരു കാരണവശാലും ഒന്നും പ്രിപ്പയർ ചെയ്യരുത്, ഒന്നും പ്രിപ്പയർ ചെയ്യണ്ട, വന്ന് എൻ്റെ മുമ്പ് നിന്ന് തന്നാൽ മതി, കുറച്ച് താടി മാത്രം വളർത്തിക്കോ, വേറെ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് എന്നെ ഞങ്ങളെ മുമ്പ് കൊണ്ട് അദ്ദേഹത്തിന് മുമ്പ് കൊണ്ട് നിർത്തുകയായിരുന്നു. ബാക്കിയെല്ലാം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തന്നു. ഈ പറഞ്ഞ ഒരു 2 മിനിറ്റ് സമയം തരും. അത് ഈ ഓരോ ഷോട്ടിലും പുള്ളി ഇങ്ങനെ പറയും. ആ സമയത്ത് നമ്മളെ കയറ്റും അദ്ദേഹം, ആ ക്യാരക്ടറിലേക്ക് കയറ്റും. അത് കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മൾ ഡ്രസ്സ് അഴിച്ചിടുന്ന പോലെ എന്നെ പെട്ടെന്ന് ഇറക്കി വിടുകയും ചെയ്യും. പിന്നെ ആ സെറ്റിൽ എവിടെയും പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ഹൊറർ ഫീൽ ഇല്ല, ഭയങ്കര ചിൽ ഫീലാണ്. വീണ്ടും സീനിലേക്ക് കയറുമ്പോൾ മാത്രമേ അവിടെ ഹൊറർ വരുള്ളൂ. ലാസ്റ്റ് 3 സിനിമ എടുക്കാം നമുക്ക്, ഡേസേറയും കളങ്കാവിലും ബബ്ബബ്ബ. അതെ, പക്ഷെ ഇത് 3 റിവേഴ്സ് ആണ്, ഇറങ്ങുന്ന നേരെ തിരിച്ചു. അതെ, ഏറ്റവും അവസാനം ഷൂട്ട് തീർന്ന ദിവസം തന്നെ ഡേറ്റ് അനൗൺസ്മെന്റ് നടത്തി അവിടെ DSR. അപ്പോൾ പിന്നെ ആ ഡേറ്റ് പിന്നെ ഒരു മാറ്റം വന്നില്ല. പിന്നെ ബബ്ബബ്ബ എന്ന് പറഞ്ഞൊരു വലിയ പടമാണ്. അമ്മാതിരി ആർട്ടിസ്റ്റുകളുണ്ട്, ഡേറ്റ് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിൽക്കുകയൊക്കെയാണ് ആ പടം അങ്ങനെ 3ാമതായിട്ട് റിലീസ് ചെയ്യുന്നത്. പക്ഷേ ഈ 3 പടവും അത്യാവശ്യം നല്ല പടങ്ങളാണ്. അടുപ്പിച്ച് 3 കിടിലം പടം ഭാഗമാകുക എന്നുള്ളത് ഭയങ്കര കാര്യമാണ്, ഒരു ഭാഗ്യമാണ് നമ്മുടെ. ഈ 3 പടം കൊണ്ട് ആക്ടർ ജിബിന്റെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ വെച്ച് എന്തൊക്കെ പറയും? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു DSR മുതൽ അത്യാവശ്യം എല്ലാവർക്കും തന്നെ എന്നെ കിട്ടി തുടങ്ങിയിട്ട് പേര് വിളിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇതുവരെയും ജിബിൻ എന്നുള്ള ആക്ടർ അവർക്കറിയാം, പക്ഷേ ഈ ആക്ടറുടെ പേര് ജിബിനാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. പിന്നെ വേറൊന്ന് ആര് കണ്ടാലും മധുസൂനം പോറ്റിയല്ലേ എന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അമ്പാൻ ഇപ്പം ആരെങ്കിലും വിളിക്കാം? ഇപ്പം ഇല്ല, അമ്പാൻ്റെ സംഭവം മാറിയിട്ടുണ്ട്. ഇപ്പം ആരും വിളിക്കാറില്ല. ഇപ്പം തീർച്ചയായിട്ടും മധുസൂനം പോറ്റി എന്നുള്ള കൃത്യമായ ഒരു പേര് എനിക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ജിബിൻ എന്നുള്ള പേര് എല്ലാവരും അറിയുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡേസേറെ പറ്റി ഒന്നും പറയാൻ പാടില്ലായിരുന്നു സിനിമ ഇറങ്ങിയ സമയത്ത്. അതെ, ഇറങ്ങി കഴിഞ്ഞിട്ടും ഇറങ്ങിക്കഴിഞ്ഞും അവരൊരു ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആരെപ്പോൾ എന്ത് പറയണം എന്നുള്ളത് പ്രൊഡക്ഷൻ ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കളങ്കാവില് അങ്ങനെ ആണോ? കളങ്കാവിനെ പറ്റി എന്തൊക്കെ പറയാൻ പറ്റും? കളങ്കാവിനെ പറ്റി നമുക്ക് എന്ത് വേണോ പറയാം. നല്ലതായിട്ടുള്ള പടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്ത് കാര്യവും പറയാനുള്ളൊരു പെർമിഷൻ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന്, സാറിൻ്റെ സൈഡിൽ നിന്ന് നമുക്കുണ്ട്. അതന്നെ, ആ ഭാഗത്ത് നമുക്ക് പ്രൊഡക്ഷനിൽ നിന്ന് നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും ഇൻ്റർവ്യൂസ് കൊടുക്കാം, സിനിമയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തരം പരിപാടികളിലും നമുക്ക് പങ്കെടുക്കാം. സോ അത് ഭയങ്കര ഫ്രീഡം ഉണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ അഴിച്ചു വിട്ടിട്ടുണ്ട്. നമുക്ക് പടത്തിനെ സഹായിക്കുന്ന എന്തും പറയാനുള്ളൊരു സംഭവമുണ്ട്. അടിപൊളി. റിയൽ ലൈഫ് പോലീസുകാരും പറയൂ, സ്ക്രീനിൽ സിനിമയിൽ പോലീസുകാരനാവാൻ എളുപ്പമാണോ? അല്ല, ഒരിക്കലും അല്ല. കാര്യം റിയൽ ലൈഫിലെ പോലീസുകാരൻ ഒരിക്കലും സ്ക്രീനിൽ വെക്കാൻ പറ്റില്ല, അതിനുള്ള സ്പേസ് ഇല്ല സിനിമ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഒരു ഫ്രെയിമിനകത്ത് നിന്ന് കളിക്കേണ്ടവരാണ് ആക്ടർ. അവിടെ റിയൽ ലൈഫ് പോലീസുകാരൻ ചിലപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ റിയൽ ലൈഫ് പോലീസുകാരൻ ആ ഫ്രെയിമിൽ നിൽക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അത് ചെയ്യുമ്പോൾ ഒരു പോലീസുകാരനായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒറിജിനൽ പോലീസുകാരനേക്കാൾ പോലീസുകാരൻ സ്റ്റേഷനിൽ നിന്ന് ചെയ്യുന്ന ജോലിയേക്കാൾ ബുദ്ധിമുട്ടാണ് ആ റിയൽ ലൈഫ് പോലീസുകാരനായിട്ട് അഭിനയിക്കുക എന്നുള്ളത്. അപ്പോൾ റിയൽ ലൈഫ് പോലീസുകാരനെ കൊണ്ടുവരാറില്ല. ഞാൻ റിയൽ ലൈഫ് പോലീസുകാരനെ അങ്ങനെ അധികം കൊണ്ടുവരാറില്ല എന്നാണ് പറയാൻ. ഈ ഡയറക്ടർ ഇപ്പം എൻ്റെതായിട്ടൊരു ശൈലിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു ആക്ടറും അങ്ങനെ ആയിരിക്കും. അപ്പോൾ എൻ്റെ ശൈലിയിൽ ഒരു പോലീസുകാരൻ എങ്ങനെയാണോ അങ്ങനെ ചെയ്യാറാണ് പതിവ്. വിനായകൻ ഒരു കുസൃതി പയ്യനെ പോലെയാണെന്ന് നമുക്ക് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഭയങ്കര രസമാണ്. ചില നേരത്ത് എനിക്ക് ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു. പുള്ളി നമുക്കിപ്പോൾ ഒരു റിയൽ ലൈഫിൽ ഇപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കേൾക്കുന്ന കഥകൾ അത് ഇതൊക്കെ എന്ന് വെച്ചാൽ അപ്പോൾ അതുകൊണ്ട് ടെൻഷനാണ്. പുള്ളിയുടെ അടുത്ത് ചെന്ന് നിൽക്കാൻ സംസാരിക്കാനൊക്കെ പേടിയാണ് എനിക്ക് ആദ്യം. അപ്പോൾ 2-3 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് പുള്ളി എന്ന് പറഞ്ഞ്, നിങ്ങൾ ഒറിജിനൽ പോലീസുകാരനാണല്ലേ? അതെ, എനിക്ക് മനസ്സിലായി കേട്ടോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ആയപ്പോൾ എൻ്റെ പൊന്നേട്ടാ ഇങ്ങനെയൊന്നും പറയരുത്, എനിക്ക് നന്നായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഭയങ്കര കൂട്ടായി, ഭയങ്കര ഇതായി. അത് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, പുള്ളി നമ്മൾ ഭയങ്കര ഈ പറഞ്ഞ ഭയങ്കര ചേർത്ത് പിടിച്ച് കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. നല്ല രസികനാണ്, ഭയങ്കര കൗണ്ടറൊക്കെയാണ്. നല്ല മമ്മൂക്കന്ന് ആക്ടിങ്ങിൽ പഠിച്ചൊരു കാര്യം ചോദിച്ചാൽ എന്ത് പറയും? നമ്മൾ ആ മൊമെൻറ്റിൽ ചെയ്യുന്ന മൊമെൻറ്റിൽ നമ്മൾ പല കാര്യങ്ങൾ കവർ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ നിന്ന് പോവാതെ നമ്മൾ കയ്യിൽ നിന്ന് പോവും എന്ന് മാനസികമായിട്ട് വിചാരിക്കുന്ന സ്ഥലത്ത് പോലും നമ്മൾ ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ കവർ ചെയ്ത് പോകാൻ പറ്റും, ആർക്കും ഒരു ദോഷവും വരുത്താതെ. ഉദാഹരണത്തിന് ഒരു സീൻ ചെയ്യുമ്പോഴത്തേക്കും ഞാനൊരു വലിയ സീനിലിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാനൊരു പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ റിഹേഴ്സൽ ചെയ്തപ്പോൾ ഗംഭീരമായിട്ടത് രസമായിട്ട് വന്നു, മീൻസ് നന്നായിട്ട് വന്നു. അപ്പോൾ അത് കൊള്ളാം, നമുക്കിങ്ങനെ പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ടേക്ക് പോയി, പേര് വിട്ടുപോയി. ടേക്ക് വന്നപ്പോഴത്തേക്കും പറഞ്ഞ് നന്നായിട്ട് പോയത് വലിയ സീനാണ് അത്. അപ്പോൾ ഇങ്ങനെ സിങ് സൗണ്ടാണല്ലോ,
അപ്പോൾ പറഞ്ഞു പോകുന്നതിനിടയ്ക്ക് ഈ ഒരു മൊമെൻറ്റിൽ ഞാനങ്ങ് ബ്ലാക്ക് ഔട്ടായി. എനിക്ക് ആ പേര് കിട്ടിയില്ല. അപ്പോൾ ടപ്പനങ്ങ് നിന്നു. അപ്പം മനസ്സിലായി കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് സാറിന് ഉൾപ്പെടെ മനസ്സിലായി. അപ്പം സാറിന് മനസ്സിലായി. സാറിന് ഇങ്ങനെ ഇവിടെ ഒരു തട്ട്, എന്തിനാണ് നിർത്തിയത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് എനിക്കങ്ങ് പോയി, ആ പേര് വന്നില്ല എന്ന്. ആ പേര് സിനിമയിൽ എത്ര സ്ഥലത്ത് പറയുന്നുണ്ട്? ഞാൻ പറഞ്ഞു ഇല്ല, ഇവിടെ മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ പിന്നെ നിനക്ക് ഏതെങ്കിലും ഒരു പേര് പറഞ്ഞാൽ പോരെ. ഞാൻ ആലോചിച്ചു ശരിയാണല്ലോ, ഞാൻ ഏത് പേര് പറഞ്ഞാലും ശരിയാണല്ലോ. അപ്പോൾ എനിക്ക് ആ ഐഡിയ അങ്ങ് പോയില്ല. ഇനി ആ പേര് പറഞ്ഞില്ലെങ്കിൽ അടുത്ത സീനായാലോ എന്ന് കരുതിയാണ് ഞാൻ ഉണ്ടായിരുന്നത്. എടാ അത് നീ എന്ത് നന്നായിട്ടാണ് ചെയ്തതെന്ന് അറിയാമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ പോസിറ്റീവായി. നീ എന്ത് നന്നായിട്ടാണ് ചെയ്തതെന്ന് അറിയാമെന്ന് അദ്ദേഹം അവിടെ വെച്ച് പറയുമ്പോൾ തന്നെ ഞാൻ ഓക്കെ, ഞാൻ സാറേ അടുത്തട്ടേക്ക് ഓക്കെയാണ്. അപ്പോൾ ആ പേര് പറഞ്ഞില്ലേ സീനില്ലേ? അല്ല, ആ പേര് ഒറ്റ തവണ പറഞ്ഞാൽ മതി ആ പടത്തിൽ. ആ പടത്തിൽ വേറെ എവിടെയും ആ പേര് പറയുന്നില്ല. ആ ഒരു സീനിൽ, പർട്ടിക്കുലർ സീനിൽ മാത്രം പറയുന്ന പേര്, വേറെ ആരും പറയുന്നില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഒരു പേരങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ആ ബുദ്ധിയൊന്നും നമുക്ക് ആ സമയത്ത് തോന്നുന്നില്ല. സാറ് പറഞ്ഞു എടാ അത് കുഴപ്പമില്ലല്ലോ, നീ അതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ, നീ നന്നായിട്ട് ചെയ്തു വരായിരുന്നല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അടുത്ത ടേക്ക് നമ്മൾ പക്ക അടിച്ച് പൊളിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കാരണം നമുക്കറിയാം നമുക്ക് എന്തായാലും ഇതിനകത്ത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞെട്ടിക്കും എന്നുള്ളത് അറിയായിരുന്നു. പക്ഷെ ആ ഞെട്ടിക്കലിൻ്റെ മുകളിൽ കയറി ഞെട്ടിക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും ഞെട്ടുന്നത്. നമ്മൾ ഒരു ക്യാരക്ടർ ഇതാണ്, ഞാൻ മുഴുവൻ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് വായിച്ച ഒരാളാണ്. അപ്പോൾ നമുക്കറിയാം ഈ ക്യാരക്ടർ എന്താണ്, എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് ട്വിസ്റ്റ് കാര്യങ്ങൾ എന്തൊക്കെയുള്ള എല്ലാം നമുക്ക് മൊത്തം ക്യാരക്ടേഴ്സിൻ്റെ അറിയാൻ പറ്റും. അപ്പോൾ പക്ഷെ നമ്മളിപ്പോൾ ഒരു സീൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം സാർ ഇപ്പം ഇങ്ങനെ ചെയ്യും, അടിപൊളി ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നിടത്ത് അദ്ദേഹം വേറൊരു സാധനം ചെയ്യും. ഒരു മൊമെൻറ്റിലായിരിക്കും ആ ഒരു സാധനമൊക്കെ ചെയ്തു പോകുന്നത്. ഇപ്പോൾ അങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ സ്വയം നമ്മൾ വിലയിരുത്തുന്നത് നമ്മളെയൊക്കെ. ഈ കാര്യം ആ എക്സ്പീരിയൻസിൻ്റെ ഒരു സംഭവം അദ്ദേഹം കാണിക്കുന്നതേ അയ്യോ അത് ഭയങ്കരമാണ്. നമ്മളത് എങ്ങനെ പറഞ്ഞാലും അത് നമുക്ക് മതിയാവില്ല. കാര്യം നമ്മളൊരിക്കലും നമുക്ക് ട്രൈ ചെയ്യാൻ പോലും പേടിയാണ്. ആക്ടർ വിനായകനിൽ നിന്ന് എന്താ പഠിച്ചത് ആക്ടിങ്ങിൽ? വിനായകൻ ചേട്ടൻ ഭയങ്കര ഒരു ഈ ഇതുവരെയും കണ്ട വിനായകൻ ചേട്ടനല്ല ഈ പടത്തിൽ. ഈ ഭയങ്കര എപ്പോഴും ഒരു ഹൈ എനർജി ക്യാരക്ടേഴ്സാണ് സാറിന് വിനായകൻ ചേട്ടൻ്റെത്. പക്ഷേ ഇതിൽ വരുമ്പോഴത്തേക്കും കൃത്യമായിട്ടൊരു ലൈനിൽ കൂടെ കൃത്യമായിട്ട് ഏറ്റവും ഇസഡ് പുള്ളി ഒരു സാധനം പിടിച്ചിട്ടുണ്ട്. ഭയങ്കര പതിഞ്ഞ, ഭയങ്കര ഒരു എന്താ ഒരു ഭയങ്കര തീവ്രതയുള്ളൊരു ക്യാരക്ടർ. ഇളക്കുന്നില്ല, ഒന്നും ഇളക്കുന്നില്ല. ഭയങ്കര വളരെ കാമായിട്ട് എന്നാൽ വളരെ ഹാർഡായിട്ട് നിൽക്കുന്നൊരു ക്യാരക്ടർ ഗംഭീരമായിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ട് എനിക്കൊരു കൗതുകം ആദ്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ വിനായകൻ ചേട്ടനെ പറ്റി നമ്മൾ ഇഷ്ടംപോലെ നമ്മൾ വിനായകൻ ചേട്ടൻ്റെ പടങ്ങൾ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഇതൊക്കെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ആരും നമ്മൾ ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ പുറത്ത് കാണുന്നതോ അല്ലെങ്കിൽ ആൾക്കാർ സംസാരിക്കുന്നതല്ല മനുഷ്യരെന്നുള്ളത്. നിങ്ങളൊരു നടനാകാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നടനായിരിക്കും. അതെ, ഭയങ്കര ഫേമസ് ഡയലോഗാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആക്ടർ ജിബിൻ ഒരു നടനായത് ആഗ്രഹം കൊണ്ടാണോ അധ്വാനം കൊണ്ടാണോ? അത്യാഗ്രഹം കൊണ്ടാണ്. തീർച്ചയായിട്ടും അത്യാഗ്രഹം. ആഗ്രഹത്തിൽ നിൽക്കില്ല. ഇല്ല. ആ അത്യാഗ്രഹം പറഞ്ഞു തരും ഞങ്ങൾക്ക്. അത്യാഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ഇഷ്ടംപോലെ പരിമിതികളുള്ള ഒരാളാണ്. എന്ത് നോക്കിയാലും എങ്ങനെ നോക്കിയാലും ഒത്തിരി പരിമിതികളുണ്ടെന്ന് എനിക്ക് തന്നെ തിരിച്ചറിവുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ആ പരിമിതിയെ എങ്ങനെ പോസിറ്റീവാക്കി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുള്ള ഒരാളാണ്. ഇപ്പോൾ ഒരിക്കലും ചാൻസ് ചോദിക്കാൻ പഠിക്കാത്ത ഒരാളാണ്. അത് എവിടെ ചെന്നായാലും എങ്ങനെ ചെന്നായിട്ടായാലും എനിക്ക് ഞാൻ ചോദിക്കും. എനിക്ക് മാക്സിമം അത് നേടിയെടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ഹാർഡ് വർക്ക് ഞാൻ ചെയ്യും. പിന്നെ ഈ പറഞ്ഞതുപോലെ മാക്സിമം ആരെയും വെറുപ്പിക്കാൻ നോക്കാത്ത ഒരാളാണ്. എനിക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഞാൻ അങ്ങനെ വെറുപ്പിക്കില്ല എന്നൊരു ധാരണ എനിക്കുണ്ട്. പിന്നെ അത്യാവശ്യം വലിയ കുഴപ്പക്കാരനല്ല എന്നൊരു ധാരണയും എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റേതായിട്ടൊരു പാത്ത് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ള ആളാണ്. ഈ ഡയലോഗ് ശരിയാണോ? അത് ഉറപ്പാട്ടോ, 100%. കാര്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്ന സ്ഥലം എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തൊരു കോലിയക്കോട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ പ്രത്യേകിച്ച് സിനിമാക്കാരുമില്ല, അല്ലെങ്കിൽ വളരെ ഒരു നാട്ടുമ്പുറമാണ്. അവിടെ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഒന്നും കണ്ടിട്ടല്ല, ഞാൻ വെറുതെ TV കണ്ട് മാത്രമാണ്. നാട്ടിലെ ചെറിയ തിയേറ്ററിലെ പരിപാടികൾ കണ്ടിട്ട് മാത്രമാണ്, സിനിമകൾ കണ്ടിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്കൂളിലെ നാടക പരിപാടികളിലൂടെയൊക്കെയാണ് ഞാൻ നടനാകുക അല്ലെങ്കിൽ എനിക്ക് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം വരുന്നതൊക്കെ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഏകദേശം ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഒരു 25 കിലോമീറ്റർ മാറിയുള്ള സ്ഥലമാണ്, നല്ലൊരു ഉൾപ്രദേശമാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് എനിക്ക് ആഗ്രഹിക്കാനൊരു ധൈര്യം വന്നത് എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടാണ്. കുഞ്ഞുനാളുള്ള എൻ്റെ ആഗ്രഹത്തിന് കൂടെ നിന്ന് എൻ്റെ വീട്ടുകാരാണ്. സോ അവിടെ നിന്ന് എനിക്ക് ഇന്ന് എന്തെങ്കിലും മലയാള സിനിമയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ അത്യാഗ്രഹം തന്നെയാണെന്ന് ഞാൻ പറയുന്നു. സൂപ്പർ. 2 ഏറ്റവും വലിയ ബ്രേക്ക്, ഒന്ന് DQൻ്റെ കൂടെ, ഒന്ന്
പ്രണവ് മോഹൻലാലിൻ്റെ കൂടെയാണ്. ഒന്ന് ആഡാണ്, ഒന്ന് സിനിമയാണ്. അതെ. അപ്പോൾ ബേസിക്കലി അതാണ് പറഞ്ഞത്, എൻ്റെ മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ തന്നെയാണ് എന്നെ ബേസിക്കലി എന്നെ സഹായിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ആൾക്കാരുടെ മീൻസ് ജനങ്ങളുടെ ഇടയിൽ എന്നെ നല്ല രീതിയിൽ നിലനിർത്തിയിട്ടുള്ളത് ഈ മമ്മൂക്കാടെയും ലാലേട്ടൻ്റെയും ഫാമിലിയാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയും, അവരുടെ കുടുംബത്തിൽ നിന്നാണെന്ന് പറയും. ഇപ്പം പറഞ്ഞ പോലെ അതിന് ശേഷം എന്താ ഇപ്പം വീണ്ടും പ്രണവിൻ്റെ സഹോദരിയോടൊപ്പം ഇപ്പം വിസ്മയ മോഹൻലാലിൻ്റെ കൂടെയാണ് അടുത്ത് വരാൻ പോണെന്ന്. അതെന്താ സംഭവം? അത് തുടക്കം എന്ന് പറയുന്ന സിനിമയിലാണ് ഞാനിപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ജൂഡ് ആൻ്റണി ജോസഫ് സാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2018 എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനൊരു നല്ല ക്യാരക്ടർ ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇത് വന്നപ്പോഴത്തേക്ക് ഇതിലും എനിക്കൊരു നല്ല വേഷം അദ്ദേഹം വിളിച്ച് തന്നു. അതൊക്കെയാണല്ലോ നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഡയറക്ടേഴ്സ് നമ്മളെ വിളിക്കുന്നു, ജിംചേട്ടാ നിങ്ങൾ ചെയ്യണം കേട്ടോ, നിങ്ങൾക്ക് പൊളിക്കാനുള്ള സാധനം ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ച് തരുമ്പോൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ല അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റും, അയാൾ ചെയ്യും എന്നൊരു സംഭവം ഞാൻ ഈ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ജൂഡ് ആൻ്റണി ആണ് ലൈഫിലെ വലിയൊരു ബ്രേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ജൂഡ് ആൻ്റണി സാറാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ബ്രേക്ക് തന്നത്. ആൾക്കാർക്ക് അമ്മാതിരി ഒരു സീൻ, ആ പടത്തിലെ ഒരു ഏറ്റവും ഹൈലൈറ്റ് സീൻ മെയിനായിട്ട് ചെയ്തത് ഞാനായിരുന്നു. 2018 കണ്ട മനസ്സിലാവും അത്. അതുപോലെ എന്നെ സഹായിച്ചിട്ടുള്ള വിപിൻ ദാസ് വാഴ എന്ന് പറയുന്ന പടം, എനിക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ പിള്ളേർക്കിടയിൽ എൻ്റെ മുഖം കൊണ്ടുവന്നൊരു പടമാണ് വാഴ. അതിന് വിപിൻ ദാസ് അദ്ദേഹവും എന്നെ ഭയങ്കര സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ പറയുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരെയും പറയുമ്പോൾ എനിക്ക് ഒരിക്കലും വിട്ടുപോകാൻ പറ്റാത്തൊരു പേര് സുനിലേട്ടൻ്റെയാണ്, സുനിൽ ഇബ്രാഹിം. ആദ്യമായിട്ട് എനിക്ക് വലിയ വേഷം തരുന്നത് അദ്ദേഹമാണ്. വൈ എന്ന് പറയുന്ന സിനിമയിലൂടെ സുനിലേട്ടനാണ് എന്നെ ആദ്യമായിട്ട് വിശ്വസിച്ചൊരു ഡയറക്ടർ. ആ സീൻ കണ്ടിട്ട് ഒരു ക്യാപ്റ്റൻ വിളിച്ച് ഞാൻ ഇതുപോലെ റിയൽ ലൈഫിൽ ഇതേ ഇമോഷൻസ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ, കടലില്. അതെ 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 അതെ. അപ്പോൾ ഡയറക്ടറുടെ ആക്ടർ എന്ന് പറഞ്ഞു. അതെ. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്ത ഒരാൾ ഇത് എങ്ങനെയാണ് അഭിനയിച്ചത്? അതാണ് അതെനിക്ക് ഭയങ്കര ഒരു അവാർഡ് പോലെ തോന്നിയൊരു സംഭവം കേട്ടോ. ഞാൻ ട്രിവാൻഡ്രം കമ്മീഷണർ ഓഫീസിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ക്ലറിക്കൽ സെക്ഷനിൽ ജോലി ചെയ്തിരുന്നൊരു സ്റ്റാഫുണ്ട്. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പുള്ളി നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്, ഗംഭീരമായിരുന്നു, എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ പുള്ളിയുടെ നമ്പർ പറയാം, എനിക്കൊന്ന് സംസാരിക്കാനുള്ളത് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ വരുമ്പോൾ ഇവർ നേരെ വിളിച്ചു, വീഡിയോ കോൾ ചെയ്തിട്ട് എൻ്റെ പറഞ്ഞു, അപ്പം ഇതാണ് ആൾ, ക്യാപ്റ്റനാണ് എന്നിട്ട് ചോദിച്ചു, ജിവിൻ ഇതിന് മുമ്പ് ഇങ്ങനെ ഏതെങ്കിലും ഒരു സീൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കടലിൽ കപ്പലിൻ്റെ മുമ്പ് പെട്ടുപോകുന്ന മത്സ്യത്തൊഴിലാളികളെ ലൈവ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങളത് ചെയ്തത്? ഞാൻ പറഞ്ഞു അതിങ്ങനൊരു ഐഡിയ തന്നു, ബാക്കി ആ സമയത്ത് ഞാനങ്ങ് ഇട്ടതാണ്. പിന്നെ ജൂഡ് സാർ കൃത്യമായിട്ട് നിർദ്ദേശം തന്നിരുന്നു എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ ഞാൻ പല തവണ സീൻ ഞാൻ ലൈവ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെപ്രാളവും ഈ ഒരു വിഷമവും ഈ ഒരു വേദനയും അവർ കപ്പലിൻ്റെ മുമ്പ് പെട്ടുപോകുമ്പം കിടന്ന് നിലവിളിക്കുന്നതും ആ കപ്പലിനെ മാറ്റാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ഓരോ പരിപാടികളൊക്കെ കണ്ടിട്ട് പക്ക നിങ്ങളൊരു ഒറിജിനലി ഒരു മത്സ്യത്തൊഴിലാളി അല്ല എന്ന് ആരും പറയില്ല എന്ന് പറഞ്ഞു. അമ്മാതിരി എനിക്ക് ഫീൽ ചെയ്തു, വളരെ നല്ല ജോബാണ് നിങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞിട്ട്. അതെനിക്ക് ഭയങ്കര ഒരു അവാർഡ് പോലെയായിരുന്നു. അപ്പം അതെങ്ങനെ ചെയ്തത്? അതെനിക്ക് ഫസ്റ്റ് ഡേ തന്നെ ഒരു 10 ദിവസം എടുത്താണ് ആ സീൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. വൈകുന്നേരം 6 മണിക്ക് തുടങ്ങി രാവിലെ 6 മണി വരെയാണ് ഷൂട്ട് പോകുന്നത് എല്ലാ ദിവസവും. ഞാനും ലാൽ സാറും നരേനും പിന്നെ ഞങ്ങൾ പിന്നെ വള്ളത്തിലുള്ള 2 പേരുണ്ട്, നന്ദനുണ്ണിയും ജയ്സേട്ടനും. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു ബോധം പോയ നിലയിലാണ് അത്യാവശ്യം ആ വള്ളത്തിൽ കിടക്കുന്നത്. എനിക്ക് മാത്രമേ ബോധമുള്ളൂ. അപ്പം പെർഫോം ചെയ്യാത്ത ഞാനായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെയാണ് ഈ മറ്റൊരു വലിയൊരു കുളം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുക്കാണ് ഈ സംഭവമൊക്കെ. അപ്പം ജൂഡ് സാറ് വള്ളത്തിൽ വരണം, അവിടെ നിങ്ങൾ നിർദ്ദേശിച്ചതാണ്. ഈ മൈക്കിൽ പറഞ്ഞാൽ പോലും കിട്ടില്ല, ആ ഒരു ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന് പറഞ്ഞ് പിന്നെ പെട്ടെന്ന് റൂട്ട് കിട്ടി, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള പരിപാടികളൊക്കെ മനസ്സിലായി. പിന്നെ പടപടപടേ ചെയ്തു പോകുമായിരുന്നു, നല്ല രസമായിട്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ തുടക്കത്തിൻ്റെ സെറ്റിൽ വെച്ചിട്ടും അതിങ്ങനെ അവിടെ പറയണ്ടായിരുന്നു. കഴിഞ്ഞ തവണ അത് ഓർമ്മയുണ്ടോ, അത് ചെയ്തതിൻ്റെ അത് ഭയങ്കര സംഭവം എന്നുള്ള രീതിയിൽ വീണ്ടും ജൂഡ് പറയുകയും ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും ഭയങ്കരമായിട്ട്. ഓരോ ഡയറക്ടേഴ്സ് ഓരോ രീതിയാണ്. ഡയറക്ടേഴ്സ് ആക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും പോറ്റി ആയത് ഒരു ഡയറക്ടറുടെ ടൂളായി കൊടുക്കുകയായിരുന്നു, പുള്ളി പറയുന്ന പോലെ അഭിനയിച്ചത്. അങ്ങനെയാണ് കളങ്കാവിൽ. എങ്ങനെയാ? കളങ്കാവിലെ ഗംഭീര കക്ഷിയാണ് കേട്ടോ അതിൻ്റെ ഡയറക്ടർ, ജിതിൻ കെ ജോസ് എന്നാണ് പേര്. അദ്ദേഹം ഒരു പറഞ്ഞ പോലെ കുറുപ്പ് സിനിമയുടെ കോ റൈറ്ററൊക്കെ ആയിരുന്നു. ഭയങ്കര കിടിലൻ കക്ഷിയാണ്. ഈ പറഞ്ഞ പോലെ പടം ഈ ഒരു മൂഡാണെങ്കിലും പുള്ളിയുടെ ആറ്റിറ്റ്യൂഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് തന്നെയുണ്ട്, ഞാനും ഈ പടത്തിൻ്റെ റൈറ്ററും പിന്നെ ഈ പടത്തിലെന്ന് പറഞ്ഞാൽ ഞങ്ങളുണ്ടായ ബന്ധം. ഞങ്ങൾ അമ്മാതിരി കൂട്ടാണ്. പിന്നെ അതിൻ്റെ ഒരു അസോസിയേറ്റ്, പിന്നെ ഒരു ക്യാമറാമാനും, പിന്നെ നമ്മുടെ സപ്ത സ്റ്റുഡിയോയിലെ കിഷൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി, ഇവർ ഇത്രയും പേര് തന്നൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. പെട്ടെന്ന് കമ്പനിയാവും. ഭയങ്കര ഞാൻ കമ്പനി ആവുന്ന ആളാണ്. എനിക്ക് വർക്കാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു തവണ കണ്ടാൽ മതി. എനിക്ക് അങ്ങനെ നല്ല കൂട്ട് കിട്ടിയിട്ടുണ്ട്.
എനിക്ക് വൈബ് അടിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് വർക്കാവുന്ന ആളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വളരെയായിട്ട് അവരുമായിട്ട് ഭയങ്കരമായിട്ട് അടുപ്പം. ഇത് പോലീസിന് കിട്ടിയ ഒരു ക്വാളിറ്റിയാണ്? അല്ല, പോലീസിലില്ല. എനിക്ക് പണ്ട് മുതലേ എനിക്ക് അങ്ങനെ, പക്ഷെ അതെനിക്ക് വൈബ് തോന്നണം. ഒരു ആണിനോടായാലും ഒരു പെണ്ണിനോടായാലും ആരോടായാലും എനിക്കൊരു വൈബ് തോന്നിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ അടുക്കും, ഭയങ്കരമായിട്ട് കൂട്ടാവും. എനിക്ക് എൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കൂട്ടുകാരത്ര ഇങ്ങനെ യാദൃച്ഛികമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. എനിക്ക് യാത്രയിൽ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും അടുപ്പുള്ള ഒരു സൗഹൃദം എനിക്കൊരു കൂട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ചില ഫങ്ഷനുകളിൽ ഈ പറഞ്ഞ സിനിമ അങ്ങനെയൊക്കെ ആയിട്ട് എനിക്കിങ്ങനെ കൂട്ടുകിട്ടിട്ടുണ്ട്. അതുപോലെ ജിതിൻ അങ്ങനെയായിരുന്നു. ജിതിനും ജിഷ്ണു റൈറ്റർ രണ്ടാണ്. രണ്ടും ഒരുമിച്ച് പഠിച്ചതാണ്. എഞ്ചിനീയറിംഗ് ഒരുമിച്ച് പഠിച്ചവരാണ്. ജിഷ്ണു ബാങ്ക് ഓഫ് ബറോഡയിലെ മാനേജറാണ്. ജിതിൻ ഈ പറഞ്ഞ പോലെ എഞ്ചിനീയറാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് ഇറങ്ങിയ ഒരാളാണ്. അപ്പോൾ പക്ഷേ നല്ല വൈബ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേരൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അമ്മാതിരിക്കുക അത് പറയില്ല, ഇല്ല അത് എഡിറ്റ് ചെയ്ത് കളയേണ്ടി വരും, അതുകൊണ്ട് അത് പറയില്ല. മീൻസ് അമ്മാതിരി ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്. അമ്മാതിരി ടാലൻറ്റുമാണ് ഇവർ. ഭയങ്കര നല്ല, നമ്മളങ്ങ് ചെയ്യും, ഈസി ആയിട്ട് ചെയ്യും. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ ഈ പടത്തിലേക്ക് എത്തിയതിന് ശേഷം എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് അവർ രണ്ടുപേരും തന്നെയാണ്. ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ക്യാരക്ടറിനെ ഒരു ലെവലിൽ കൊണ്ടുപോകാൻ ഭയങ്കരമായിട്ട് സഹായിച്ചതാണ്. ഈ പറഞ്ഞ പോലെ പോലീസിങ് കുറച്ചധികം ഉള്ളതുകൊണ്ട് തന്നെ കുറേ സാധനം എനിക്ക് എക്സ്ട്രാ ഒക്കെ കയറ്റി ചെയ്യാനുള്ളൊരു സൗകര്യവും ഒക്കെ ഇവർ തന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ ഒരു സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പറയാൻ പോകുന്നവരുടെ ഓഫ് സ്ക്രീൻ റാപ്പ് എങ്ങനെയാണെന്ന് പറയണം, അല്ലെ ബന്ധം? പ്രണവ് മോഹൻലാൽ ഭയങ്കര നല്ലൊരു കൂട്ടുകാരനാണ്, ചങ്കാണ്, നല്ല കൂട്ടുകാരനാണ്. മെസ്സേജ് അയക്കാനൊക്കെ പറ്റും? പറ്റും. ഇപ്പൊ എവിടെ ഉണ്ടെന്ന് അറിയോ? ശരി, കൊള്ളാലോ. പുള്ളി അങ്ങനെ അധികം കമ്പനി ആവില്ല. പുള്ളിക്ക് ഈ പറഞ്ഞ പോലെയാണ്, ഒരു വൈബ് കിട്ടിയാലേ പുള്ളി വർക്ക് ആവുള്ളൂ. ഇപ്പൊ എവിടെയാ വന്നിട്ട്? മലയാളം. പ്രണവ് മോഹൻലാലിന്റെ ആകെ ഉള്ള ഒരു ഭാരം പുള്ളിയുടെ ബാക്ക് പാക്ക് ആണ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊരു ഭാരം പുള്ളിക്ക് ഇഷ്ടമല്ല. ഭയങ്കര എനിക്ക് ആ ലൈൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എങ്ങനെ പുള്ളി പഴയ പിന്നെ മല കയറുന്ന ഫോട്ടോസും കാണിച്ചു? എല്ലാം ഫുൾ പുള്ളിയുടെ യാത്രകളൊക്കെ പുള്ളിക്ക് താല്പര്യമുള്ള വിഷയത്തെ പറ്റി പുള്ളി ഗംഭീരമായിട്ട് സംസാരിക്കും. ഗംഭീരമായിട്ട് പാട്ട് പാടുന്ന ആളാണ്. അതിഗംഭീരമായിട്ട് ഇംഗ്ലീഷ് പാട്ടുകൾ നന്നായിട്ട് പാടും. നന്നായിട്ട് ഗിറ്റാർ വായിക്കുന്ന ചില വീഡിയോസ് ഗംഭീര കക്ഷിയാണ്. അടിപൊളി കക്ഷി. മീൻസ് ഒരു സൂപ്പർ ആക്ടറിനപ്പുറത്തേക്ക് ഒരു നല്ലൊരു സാധാരണക്കാരൻ, ഒരു മനുഷ്യൻ, നല്ല കഴിവുള്ളൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളെ എപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിച്ച് ചേട്ടാ വാ അല്ലെങ്കിൽ വാ ഇന്ന് വീട്ടിലോട്ട് വരും, അങ്ങനെ ഒരു ബന്ധമുള്ള ഒരു മനുഷ്യനാണ്. ആദ്യം ലാലേട്ടൻ്റെ മകൻ എന്നുള്ള ഫീൽ കിട്ടി കഴിഞ്ഞാൽ പുള്ളിക്ക് അത് ഭയങ്കര അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അഭിനയിക്കുമ്പോഴാണെങ്കിൽ പോലും അങ്ങനെ ഒരു ലാലേട്ടൻ്റെ മകൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത് വെച്ചാൽ പുള്ളിക്കും വർക്കാവില്ല, നമുക്കും കിട്ടില്ല. കാരണം നമ്മൾ ആവശ്യമില്ലാത്ത ബഹുമാനം കൊടുത്ത് കളയും. പുള്ളിക്ക് വർക്കാവില്ല എന്ന് മനസ്സിലായപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളങ്ങ് മാറ്റി. നമ്മളൊരു ആ പടത്തിലെ 95% സീനിൽ ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ്. അപ്പം അത് നമ്മുടെ ആ കെമിസ്ട്രി വർക്കാവണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിലൊരു ഈ പറഞ്ഞൊരു സിങ്ക് ആവണം. ആ സിങ്ക് ആകുന്ന ഒരു സംഭവത്തിലാണ് ഞങ്ങൾ അങ്ങ് മാറി. അത് രണ്ടാമത്തെ ദിവസം തന്നെ അതങ്ങ് ക്ലിയറായി, സെറ്റായി. പുള്ളിയോട് നമുക്ക് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് പുള്ളിയും ഡയറക്ടേഴ്സ് ആക്ടറാണോ? തീർച്ചയായിട്ടും. അത് മനസ്സിലായില്ലേ, കഴിഞ്ഞ 4 പടങ്ങളും പുള്ളി ചെയ്ത ലെവലല്ല ഇതിൽ ചെയ്തേക്കുന്നത്. കൃത്യമായിട്ട് ഈ പടത്തിന് എന്ത് ഡയറക്ടർ ഡിമാൻഡ് ചെയ്തോ അതുപോലെ പുള്ളി ചെയ്തിട്ടില്ലേ. കഴിഞ്ഞ ഹൃദയത്തിൽ ഇപ്പം ആ ലെവൽ ചെയ്യണമായിരുന്നു, അത് കറക്റ്റ് അതിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ആദിയിൽ എങ്ങനെ വേണോ അത് പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനെയും കൂടെ കമ്പയർ ചെയ്യുന്ന കാര്യമില്ല. ഇതിൽ ഗംഭീരമായിട്ട് ചെയ്തു, അതിൽ മോശമാണെന്നല്ല. ആ സിനിമ അതല്ലേ ഡിമാൻഡ് ചെയ്യണുള്ളൂ, നമുക്ക് അത് കൂട്ടിയാൽ പോരെ. അപ്പോൾ ഇതിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ നല്ലൊരു ആക്ടർ ആയതുകൊണ്ടാണ്. ഓരോ സിനിമ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് ഒരു ആക്ടർ മാറുമ്പോഴാണ് അയാൾ നല്ലൊരു ആക്ടറാകുന്നത്, അല്ലേ? നമ്മൾ കാണാത്ത എന്തൊക്കെ ഫോട്ടോസ് കാണിച്ചു ഞെട്ടിയോ? ഫോട്ടോ ഇഷ്ടം പോലെ ഒന്നൊന്നല്ല, വീഡിയോസും ഫോട്ടോസും ഒമ്മാതിരി. അയ്യോ, ഇമ്മാതിരി യാത്ര ചെയ്തൊരു മനുഷ്യനാണെന്ന് ആലോചിക്കുമ്പോഴാണ് അയ്യോ ഗംഭീരം, പറയാതിരിക്കാൻ വയ്യ. പറഞ്ഞുതരാം ഒരു ഫോട്ടോ എല്ലാം ഇതെവിടെയാണ്, ഇതെന്താണ്, എങ്ങനെ സംഭവിച്ചു, ഇതാരൊക്കെയാണ്, ഇതെല്ലാം പറഞ്ഞു തരും. ഒരു ഫോട്ടോ ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? കണ്ട് ഞെട്ടിയ ഒരു ഫോട്ടോയെ പറ്റി. ഇഷ്ടം പോലെ ഉണ്ട്. പുള്ളി കാട്ടിലൊക്കെ കയറിയിട്ട് ഈ പറഞ്ഞ മറ്റേ പുലി പിടിച്ചിട്ടേക്കുന്ന അതിൻ്റെ അടുത്ത് നിന്നിരിക്കുന്നതും കാര്യങ്ങളൊക്കെ, പുലിയുടെ അടുത്തല്ല, പുലി പിടിച്ച് കഴിച്ചിട്ട് എൻ്റെ ബാക്കി അങ്ങനെയൊക്കെ കുറേ ഈ വൈൽഡ് ആയിട്ടുള്ള കുറേ പിക്സ് ഉണ്ട്. എവിടെ സ്ഥലം? അത് ഇന്ത്യക്ക് പുറത്താണ്. ഇന്ത്യക്ക് പുറത്താണ്. പിന്നെ അതുപോലെ പുള്ളിയുടെ കുറേ ട്രെയിനിങ് പിക്സ് ഒക്കെ ആയിട്ട് ഈ എന്താണ് മറ്റേ മല കയറുന്നതിൻ്റെയും ഇതെല്ലാം അങ്ങനെയൊക്കെയുള്ള കുറേ നല്ല കോമഡി കുറേ വീഡിയോസ് കിടപ്പുണ്ട്. അങ്ങനെ നല്ല അടിപൊളി ചില്ല മനുഷ്യനാണ്. അപ്പം പ്രണവ് മോഹൻലാലിന് വാട്സാപ്പിൽ ബന്ധമുള്ള വളരെ ചുരുക്കം ആൾക്കാരിൽ ഒരാളാണ്, അല്ലേ? ആയിരിക്കും. അടിപൊളി. വിനായകൻ ചേട്ടൻ
പുള്ളി ഗോവയിലാണ്, ഗോവയിലേക്കൊക്കെ വിളിച്ച ആ ഗോവയിൽ ഇപ്പം പുള്ളി അല്ലെങ്കിൽ ഇവിടെ കലൂരാ ഉള്ളത്, സ്റ്റേഡിയത്തിൻ്റെ ഫ്ലാറ്റ് ഉള്ളത്. നീ എവിടെയാണോ, നീ അങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംഭവം ഉണ്ടല്ലോ. പുള്ളി ഭയങ്കര കമ്പനിയാണ്, നല്ല കൂട്ടാ, പാവാ. ഓക്കെ, രാഹുലിനോട് പക്ഷെ ഇതിനു മുമ്പ് ചാൻസ് ചോദിച്ചിട്ടുണ്ട് പലതവണ. പുള്ളിക്ക് ഓർമ്മയില്ല, ഒരു ഓർമ്മയില്ല, യാതൊരുവിധ ഓർമ്മയില്ല പുള്ളിക്ക്. ഭയങ്കര രസമായിരുന്നു അത്. ഞാൻ വലിയ കാര്യമായിട്ട് പുള്ളിയുടെ ഫ്ലാറ്റിലേക്കാണ് ചെല്ലുന്നതെന്ന് അറിയാതെ ഞാൻ ചെന്നിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പുറകെ എന്നാ പുള്ളി വരുന്നത്. ഒരു ഫോൺ എടുത്ത് വിളി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും അത് ഡയറക്ടർ വന്നു എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് പുള്ളി ആക്ച്വലി രാഹുൽ സദാശൻ അദ്ദേഹം ഞങ്ങളുടെ കളങ്കാവിലെ സെറ്റ് വരുമ്പോൾ ഞാൻ ചാൻസ് ചോദിച്ചത്, അതുപോലും പുള്ളിക്ക് ഓർമ്മയില്ല. പുള്ളിയോട് എത്രയോ പേര് ചോദിക്കുന്നു. കാര്യം അതിന് ശേഷമാണല്ലോ ഡീസർ നടക്കുന്നത്, കളങ്കാവിന് ശേഷമാണല്ലോ നടക്കുന്നത്. സാറിനെ കാണാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ജിബിൻ എന്നാണ്, ഞാനിൽ നല്ലൊരു ക്യാരക്ടർ ഉണ്ട് കേട്ടോ, പുതിയ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണേ, എന്തെങ്കിലും മതി. കാര്യം ഈ പുള്ളിയുടെ പടത്തില് ഒരു സീനെങ്കിലും ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരാളാണ്. കണ്ണിലൊരു പ്രത്യേകത കണ്ടു ഞാൻ. ആ കണ്ണിൽ എന്തോ ഒരു ദൈന്യതയുണ്ട്, പിന്നെ അതിലൊരു ഭയമുണ്ട്, ഒരു സിംപ്ലിസിറ്റി, ഒരു സിമ്പിളായിട്ടുള്ള ഒരാളിൻ്റെ ഒരു ഭാവങ്ങളുണ്ട്. ടോട്ടലി ഒരു സാധാരണക്കാരൻ എന്നുള്ള എല്ലാ കണ്ണ് കാണിക്കുന്നുണ്ട്, എന്നാൽ യുണീക്കാണ് എന്നാണ് പറഞ്ഞത്. അടിപൊളി. കളങ്കാവിലെ ഷൂട്ടിന് പുള്ളി വന്നപ്പോഴാണ് ചാൻസ് ചോദിക്കുന്നത്, അതുപോലും പുള്ളിക്ക് ഓർമ്മയില്ല. അവിടെ നിന്നാണ് നമുക്ക് തന്നെ ഡീസറിൽ ഇയാൾ വിളിച്ചില്ലേ എന്ന് പറഞ്ഞത്. ആ ഒരു വ്യത്യാസം നോക്കിക്കൊള്ളണം. അത് സംഭവമായി പോയിട്ടാ. കളങ്കാവിലിന്റെ ഷൂട്ടില് പുള്ളി വരുന്നു, പക്ഷെ ത്രൂ ഔട്ട് റോള് കിട്ടുന്നു. അത് പുള്ളി പോലും അറിയാതെ വേറെ വഴിക്ക് വരുന്നു. പിന്നെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു, ഓഡിഷൻ നടക്കുന്നു, ഒരു ത്രൂ ഔട്ട് റോള് വരുന്നു. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ വഴിയുണ്ട്, സമയമുണ്ട്. ഓക്കെ. കണ്ണൂർ സ്ക്വാഡിൽ അപ്പോൾ ഈ ഫോൺ പേയുടെ ആഡ് കണ്ടിട്ടാണ് മമ്മൂക്ക സജസ്റ്റ് ചെയ്യുന്നത്? അത് എനിക്ക് തോന്നുന്നു അത് മമ്മൂക്ക സജസ്റ്റ് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ചെറിയൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത്തരം ക്യാരക്ടറുകളിൽ സാർ ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മീൻസ് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് വലിയ ക്യാരക്ടറുകൾ ഏതൊരു പ്രൊഡ്യൂസറും പറയുമല്ലോ. പക്ഷേ കണ്ണൂർ സ്ക്വാഡിൽ ആ ഒരു സീനേ ഉള്ളൂ. എനിക്കറിയില്ല കേട്ടോ അതിൽ സാർ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള സത്യത്തിൽ എനിക്കറിയില്ല. എന്നെ ഇങ്ങനെ വിളിച്ചു, ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. കാര്യം അത് ഡയറക്ടർ എന്നോട് റോബിയും ഞാനുമായിട്ട് ഗ്രേറ്റ് ഫാദർ എന്നൊരു അടുപ്പമുണ്ട്, റോണിയായിട്ടും ഒരു ബന്ധമുണ്ട്. അപ്പോൾ എൻ്റെ കളിയ പല പരിപാടി ഉണ്ടെങ്കിൽ ചെറിയ പരിപാടികളേ ഉള്ളൂ, നിനക്ക് ചെയ്യുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ. പക്ഷെ ഞാൻ ആ ഒരു സീൻ, അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ക്യാമറയിൽ മുമ്പ് നിൽക്കാൻ കിട്ടുന്ന ഒരു അവസരം പാഴാക്കരുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതൊരു സിനിമ ആവട്ടെ, ഷോർട്ട് ഫിലിം ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ആവട്ടെ, ഇതെല്ലാം എന്നെ ജീവിതം പഠിപ്പിച്ചതാണ്. ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡിൽ ഞാൻ ഒരു സീൻ ചെയ്തതാണ് സാറിൻ്റെ ഓർമ്മയിൽ കിടക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്ത ആ ഒരു ഇൻ്റർവ്യൂ ആണ് എന്നെ ഒരു സിനിമയിലേക്ക് ഒരു ത്രൂ ഔട്ട് വേഷത്തിൽ എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന അവസരം അത് ഒരു ഓഫ് സ്ക്രീനിലായാലും ഓൺ സ്ക്രീനിലായാലും എങ്ങനെയായാലും ഒരു ക്യാമറയുടെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പോവാന്നുള്ളത് മാത്രമേ. വെറുതെ കുറെ ഇന്റർവ്യൂസ് ഉള്ളത്. തീർച്ചയായിട്ടും ഞാൻ എങ്ങും അത് ഇല്ലാന്ന് പറയില്ല. കാര്യം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതാണ്, അമ്മാതിരി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാവരും ഇന്റർവ്യൂ ചെയ്യണ കാണുമ്പോഴും അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ പരിപാടിക്കായിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും പോയിരിക്കുമ്പോഴും എനിക്ക് ഇതുപോലൊരു ദിവസം കിട്ടുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അത് എപ്പോഴും അറിയില്ലായിരുന്നെങ്കിലും ഞാൻ അമ്മാതിരി ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇന്റർവ്യൂ ക്യാൻ ചേഞ്ച് ലൈഫിലെ. തീർച്ചയായിട്ടും ഇന്റർവ്യൂവിന് ജീവിതം മാറ്റി. ഉറപ്പായിട്ടും അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനത് സത്യം പറഞ്ഞാൽ ഇനി ഇപ്പം ഒരു കാര്യം തുറന്നു പറയാം, ഞാൻ ആ ഇന്റർവ്യൂ ഒട്ടും താല്പര്യത്തോടെ ചെയ്തതല്ല. താല്പര്യത്തോടെ ചെയ്യാത്തതിൻ്റെ പ്രത്യേകിച്ച് ഞാൻ ഷേവ് ചെയ്തില്ല പർപ്പസ്ഫുള്ളി ഞാൻ ഷേവ് ചെയ്തില്ല. ഒരു കുറ്റിത്താടിയൊക്കെ ആയിട്ട് ഒരു അത്ര അട്രാക്റ്റീവ് അല്ലാത്തൊരു ഷർട്ടൊക്കെ ഇട്ട്, അത് ദേഷ്യമല്ല, അവരോട് വെറുപ്പോ അങ്ങനെയൊന്നുമല്ല, എനിക്ക് തോന്നിയില്ല. പക്ഷെ ഇതൊക്കെ ആയിരുന്നു പുള്ളി കണ്ട മധുസൂദനൻ പോറ്റിയുടെ ഒരു ബേസിക് നേച്ചർ കണക്ട് ആവണം. അതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ആ കുട്ടിയെ ഞാൻ വിളിച്ചു പറഞ്ഞു, അതിന്റെ ഓണർ വേറെ നമ്മുടെ സജിദേഹിയാണ്. നിങ്ങൾ കാരണം എനിക്ക് കിട്ടിയത്, അതിന്റെ ഒരു നന്ദി എനിക്ക് എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അടിപൊളി. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്ന ചാൻസ് ചോദിക്കുന്ന പല സിനിമകളിലും വരുന്ന ഒരുപാട് പേരുണ്ടാവും. ഫ്യൂച്ചറിൽ അങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റായി സിനിമയിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന അപ്കമിങ് ആക്ടേഴ്സിനോട് എന്താ പറയാനുള്ളത്? ജിബിൻ എന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞില്ല, കിട്ടുന്ന ഒരു ചാൻസ് അത് ജൂനിയർ ആണോ, ചിലർ ജൂനിയർ ആക്ടറായിട്ട് മാത്രം ജീവിക്കാനായിട്ട് വരുന്നവരുണ്ട്. അവർക്കത് സിനിമ അഭിനയം ഒരു ഡെയിലി വേജായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അത് മാത്രം മതി എന്നുള്ളവരാണ്. അവർ അങ്ങനെ സിനിമയെ അങ്ങനെ അമ്മാതിരി ഒരു പ്രൊഫഷൻ ആക്കണമെന്നൊന്നുമില്ല, അവർക്ക് ദിവസം ജോലി വേണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഒരു ആക്ടറായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അത് ജൂനിയർ ആക്ടറായിട്ട് തുടങ്ങിയാലും നമ്മളിപ്പോൾ അടിപൊളിയായിട്ട് പിടിച്ചു പോകാന്നുള്ളത് ഉറപ്പായിട്ട് കിട്ടും, 100%. നമ്മൾ ഏതെങ്കിലും ഒരു വഴിക്ക്, പിന്നെ
ഉപേക്ഷിച്ച് പോകുന്നവരെയും കുറ്റം പറയാൻ പറ്റില്ല. സാഹചര്യങ്ങളാണ്, നമ്മുടെ ജീവിത സാഹചര്യം എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ്. ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രായത്തിൽ നമുക്ക് കൃത്യമായിട്ടൊരു റൂട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നിരാശരായിട്ട് വേറെ മേഖലകളിലേക്ക് പോകും. നല്ല നല്ല ആക്ടേഴ്സ് അങ്ങനെ വഴിതിരിഞ്ഞ് പോയിട്ടുള്ളവരുണ്ട്, എനിക്കറിയാം, ഒത്തിരി പേരെ എനിക്കറിയാമെന്നുള്ളവരുണ്ട്. സാഹചര്യമാണ് അതൊക്കെ. പക്ഷേ അത് അവിടെ തരണം ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങളൊരു ആക്ടർ ആയിരിക്കും. ജിബിനെ അങ്ങനെ പിടിച്ചു നിർത്തിയ എന്താണ്? ബേസിക്കലി എന്നെ പിടിച്ചു നിർത്തിയ ബേസിക് സാധനം എന്ന് പറയുന്നത് എൻ്റെ വീട്ടുകാർ ഒരു ഭയങ്കര സപ്പോർട്ടൊന്നും വലിയൊരു കാര്യമായിരുന്നു. ഈ പലയിടത്തും ഇല്ലാതായി പോകുന്നത് അവിടെയായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ജോലി, പോലീസ് ജോലി എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഏതെങ്കിലും വിധത്തിൽ ഞാൻ പറഞ്ഞില്ല, കേരള സർവീസ് റൂൾസിൽ ആ ബുക്കിൽ എനിക്ക് ആകെ അറിയാമെന്നുള്ളത് എങ്ങനെയൊക്കെ ലീവ് എടുക്കാം എന്നുള്ള പോഷൻ മാത്രമാണ്. ഏത് വിധത്തിൽ അത് ആര് എന്നോട് ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും ഇന്ന ലീവ് എടുത്തോ, ഇതാണ് നമുക്ക് പറ്റിയത് എന്ന് പറഞ്ഞ് ആ ലീവിനൊക്കെ ഒരു അന്തം മീൻസ് അവസാനം വന്നപ്പോഴാണ് ഞാൻ 5 കൊല്ലത്തേക്ക് ലോങ് ലീവ് എടുത്തത്. ഇപ്പോൾ ലോങ് ലീവിലാണ്. ഇപ്പോൾ ലോങ് ലീവിലാണ്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ലീവ് എടുക്കാമെന്ന് റിസർച്ച് ചെയ്ത് കൃത്യമായിട്ട് എടുത്ത് അങ്ങനെയാണ് ഞാൻ ഇത്ര നാൾ ചെയ്തു തന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ശമ്പളം എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. എനിക്കൊരു ബാക്കപ്പായിട്ട് ശമ്പളം ജോലി ഉണ്ടായിരുന്നു. അതൊരു വലിയ സഹായമായിരുന്നു എനിക്ക്. സിനിമ ആഗ്രഹിക്കുന്ന പോലീസുകാരോട് എന്താ ജിബിന് പറയാനുള്ളത്? കൃത്യമായിട്ടും ഡ്യൂട്ടിയും ചെയ്യുക, അതിനോടൊപ്പം ജോലി പോലീസ് നമ്മുടെ ഇപ്പോൾ സിനിമ ജോലിയും നേടിയെടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ കൃത്യമായിട്ട് രണ്ടും മുന്നോട്ട് ഉണ്ടായാൽ ചിലപ്പം വഴി തെളിയും ഉറപ്പായിട്ടും. എൻ്റെ വഴി ഞാൻ ഇപ്പം ഈ ലെവലിലേക്ക് ഒരു വഴി തെളിയിച്ചു വെച്ചേക്കുന്നത് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള സംഭവങ്ങളിലൂടെ തന്നെയാണ്. ചെന്ന് 2018 സിനിമയൊക്കെ ഞാൻ അവിടെ ചെയ്യുമ്പോഴല്ലേ, ഞാൻ ജോലി ചെയ്യുമ്പോൾ തന്നെയാണ് ചെയ്യുന്നത്. അമ്മാതിരി വലിയ റോളാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ അവിടെ ഈ പറഞ്ഞ പോലെ ലീവുകൾ കണ്ടെത്തി. അതാണ് സത്യം. കമ്മീഷണർ ഓഫീസിൽ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അന്നത്തെ കാലം പറഞ്ഞുതരോ? കാരണം സിനിമാക്കാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ അത് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഞാനും വേടനും ഒരുമിച്ച് താമസിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. നമ്മുടെ സിംഗർ വേടൻ. അത് ഈ കാലഘട്ടമാണ്. ഞാൻ കമ്മീഷണർ ഓഫീസിൽ നിന്നിരുന്നിട്ട് പിന്നെ കുറച്ച് നാൾ ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ മാറി. ഞാൻ ജോലിക്ക് പോകാതെ പറ്റി വേണ്ടത്തൊരു നമ്മുടെ രാജീവ് രവിച്ചേട്ടൻ, എഡിറ്റർ അജിത്ത് ഏട്ടൻ, ഇവരുടെയൊക്കെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ മീഡിയ മില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ഓഫീസ് ബോയിയാണ് വേടൻ, ഹിരൺദാസ്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പാട്ടും പാടി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ്. ഞങ്ങൾ കമ്മട്ടിപ്പാടത്തിൽ വേടൻ അഭിനയിക്കുന്ന സമയം ഉണ്ട്. അപ്പോൾ അവൻ ഇതിനകത്ത് ഉണ്ട്, അവിടെയാണ് ജോലി ചെയ്യുന്നത്. ചെറിയ ശമ്പളമൊക്കെ അല്ലേ ഉള്ളൂ, ചെറിയ സ്റ്റുഡിയോയിൽ നിന്ന്. അപ്പോൾ പക്ഷേ ആ ടീമിനകത്തുള്ളത് അവൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു ഭയങ്കര ഒരു ബോണ്ടുണ്ടായി അവിടെ. കാര്യം ഞാൻ വീട്ടിൽ പോകാറില്ല, വീട്ടിൽ കയറാറില്ല, വേറെ ഒരു പണിക്കും. പോലീസിൽ ഇത്രയും ശമ്പളം കിട്ടുന്ന ജോലിയും കളഞ്ഞിട്ട് ഞാൻ നിൽക്കുകയാണ് സിനിമ ചെയ്യുക എന്നുള്ളതിൽ. അപ്പം നല്ല ലിറ്ററലി ദാരിദ്ര്യം, പൈസ ഒന്നും കയ്യിലില്ല. പോലീസിൽ ഉണ്ടായില്ലേ? കമ്മീഷണർ ഓഫീസിൽ ഇല്ല, അതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇറങ്ങി പിന്നെ വീണ്ടും കമ്മീഷണർ ഓഫീസിലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ കുറേ നാളെ ജോലിക്ക് പോയില്ല. കാര്യം എനിക്കറിയില്ല ഇത് ഏത് വഴിക്ക് പോകണമെന്ന് അറിയൂടാതെ ഞാനിങ്ങനെ ഇത് മാത്രമായിട്ട് നിന്നു. അപ്പോഴാണ് ഈ വേടനായിട്ടൊരു ഞങ്ങൾ തൊട്ടപ്പുറത്തൊരു അമ്മച്ചി ഉണ്ടായിരുന്നു, ഒരു ഡോക്ടറിൻ്റെ ഫ്ലാറ്റിൽ ജോലിക്കുന്നൊരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചിയാണ് ഞങ്ങൾക്ക് പലപ്പോഴും ആഹാരം തന്നുകൊണ്ടിരുന്നത്. ജോലിക്ക് വരുന്നത് അവിടെ അവർ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ആരുമില്ലാതെ മതിലിൻ്റെ ഇപ്പുറത്തുനിന്നൊരു സാധനം പൊതിഞ്ഞ് ഇപ്പുറത്തോട്ടിടും. അതാണ് ഞങ്ങളുടെ ആഹാരം. അങ്ങനെ ജീവിച്ചൊരു നല്ല കാലഘട്ടം എനിക്ക് വേടനുണ്ട്. ഈ ഇടയ്ക്ക് വേടനൊരു ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞു, ജിം ചേട്ടനെ പറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ചാനലിൽ എന്നിട്ട് പറഞ്ഞു. ഭയങ്കര റീച്ചായൊരു സംഭവമായിരുന്നു. കുറേ കഥകളുണ്ട്. ഈ യാത്രയിൽ കുറേ കഥകളുണ്ട്, ഇങ്ങനെ കുറേ ആൾക്കാർ. പക്ഷേ ഇതെല്ലാം വളരുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇപ്പോൾ കമ്മീഷണർ ഓഫീസിൽ നിന്ന് ബന്ധങ്ങൾ ഉണ്ടാക്കിയോ? സിനിമാ ബന്ധങ്ങൾ ഇഷ്ടം പോലെ. കാര്യം തിരുവനന്തപുരത്ത് ഷൂട്ട് നടക്കണമെങ്കിൽ കമ്മീഷണർ ഓഫീസിലെ പെർമിഷൻ വേണം, റോഡായാലും എന്ത് ചെയ്യണമെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ അവിടെ വരുന്ന ആൾക്കാരെല്ലാം എനിക്ക് വേഷം കിട്ടുക എന്നതിനപ്പുറത്തേക്ക് ഒരു സിനിമാക്കാരനും അവിടെ വന്നിട്ട് സിനിമയ്ക്ക് പെർമിഷൻ കിട്ടാതെ പോരുന്നുള്ള വാശി എനിക്കുണ്ടായിരുന്നു. എനിക്ക് സിനിമയോടാണ് ഇഷ്ടം, അതല്ലാതെ വേറൊന്നുമല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ ഒത്തിരി ആൾക്കാരെ സഹായിച്ചു. അങ്ങനെ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാമെന്നുള്ള രീതിയിൽ അവർ പലരും ചെറിയ അങ്ങനെയാണ് ഞാൻ ഏകദേശം 19ഓളം ജൂനിയർ ആക്ടറായിട്ട് കോളേജ് വിട്ട ശേഷം ഞാൻ പിന്നെ ജൂനിയർ ആക്ടറാകുന്നത്. ഇങ്ങനെയാണ് ഒരു സീനിലൊക്കെ പിടിച്ച് നിർത്തും, ഒരു ഡയലോഗൊക്കെ തരും, ഇങ്ങനെയൊക്കെ തന്ന് കുറേ പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് ബന്ധങ്ങളുണ്ടാകുന്നത്. അതെ. സിനിമയ്ക്ക് കാക്കിക്കുള്ളിലെ കലാകാരനെ പോലീസുകാരെങ്ങനെയാണ്, നാട്ടുകാരൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഭയങ്കര സന്തോഷം. ഒരുപാട് പേരുണ്ട്. കാര്യം ഇപ്പം റീസെൻ്റ് ഈ ഒരു സ്റ്റേജ് സംഭവമാണെങ്കിൽ പോലും, മമ്മൂട്ടി സാറിൻ്റെ പരിപാടിയാണെങ്കിൽ പോലും ഞാനത് എൻ്റെ കണ്ണ് നിറഞ്ഞു. കാര്യം എൻ്റെ നാട്ടുകാർ എല്ലാവരും, എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലുള്ള സകലരും ആ ക്ലിപ്പ് എടുത്തിട്ട് ഞങ്ങളെ നാടിൻ്റെ അഭിമാനം എന്ന് പറഞ്ഞിട്ട് ആ ഒരു സാധനം ഇങ്ങനെ പ്ലേ ചെയ്തിങ്ങനെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ പല മെൻഷൻ ചെയ്തവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. എൻ്റെ അനിയൻ അല്ലെങ്കിൽ എൻ്റെ ചെക്കൻ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ ഇടുന്നത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഭയങ്കര വലുതാണ്. നമുക്ക് വന്ന വഴികൾ നമ്മുടേത് ഒട്ടും ഈസി ആയിരുന്നില്ല, അത് മറക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഇപ്പോഴല്ല, നേരത്തെയൊക്കെ ഒരു പോലീസുകാരൻ
സിനിമ ആഗ്രഹിക്കുന്ന പോലീസുകാരെന്ന് പറയുമ്പോൾ പോലീസിലും നാട്ടിലൊക്കെ അല്ല, അത് ഇവിടെ നല്ലൊരു ജോലി ഉള്ളതാണ്. നീ അത് കളഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞതുപോലെ സിനിമ എന്ന് പറഞ്ഞ് നടക്കരുത്. സിനിമ എല്ലാവർക്കും പറഞ്ഞുള്ള പരിപാടിയല്ല. ചിലപ്പോൾ കിട്ടുമായിരിക്കും, പക്ഷേ എന്നാലും ഈ ജോലി കളയരുത്. ഒരു കാരണവശാലും ജോലിക്കൊരു വിഷയം അവരെന്ന് പറഞ്ഞാൽ എല്ലാവരും മിക്കവരും പറഞ്ഞിട്ടുണ്ട്. അത് അവർ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഏതൊക്കെ ചെറിയ വേഷങ്ങളുണ്ട്? ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് താണ്ഡവത്തിലെ ഇപ്പം എല്ലാവരും അറിയില്ല, അതിങ്ങനെ മാർക്ക് ചെയ്ത് വരുന്നുണ്ട്. മോഹൻലാൽ ലാലേട്ടൻ നടന്നു വരുമ്പോൾ സൈഡിൽ നിൽക്കുന്നു. തത്സമയം ഒരു പെൺകുട്ടിയിലുണ്ട് അതിലുണ്ട്. പിന്നെ വക്കാലത്ത് നാരായണൻകുട്ടിയിലുണ്ട്. ഓക്കെ. പിന്നെ പൃഥ്വിരാജിൻ്റെ നമ്മൾ തമ്മിൽ ചൂണിലെ നിലാമഴയിൽ എന്നുള്ള ആ പാട്ട് നമ്മുടെ കോളേജിൻ്റെ അടുത്തായിരുന്നു. അത് ആ ആൾക്കാരുടെ ഇടയിൽ നിൽപ്പുണ്ട്. പിന്നെ പോലീസിൽ കയറിയതിന് ശേഷം പൃഥ്വിരാജിൻ്റെ തന്നെ പടം ഏതാണ്, അയ്യോ പേര് ഞാൻ മറന്നു. ഈ പുള്ളി പോലീസുകാരനായിട്ടുള്ളൊരു, അപ്പോൾ അതിൽ ഒറിജിനൽ പോലീസുകാരെ വേണമായിരുന്നു. ഞാൻ അതിനകത്തുണ്ട് ആ കൂട്ടം. എങ്ങനെ അറിയാം, എങ്ങനെ എത്തും കറക്റ്റ്? ഞാൻ അവിടെ ഡ്യൂട്ടി ഡീറ്റെയിലിംഗിൽ പറഞ്ഞിട്ടുണ്ട്, പോലീസ് സംബന്ധമായിട്ടുള്ള ഷൂട്ട് ഡ്യൂട്ടി വരെയാണെങ്കിൽ എന്നെ ഇട്ടേക്കണം എന്ന് പറഞ്ഞു ഞാൻ പോയിട്ടുള്ളതാണ്. ഞാൻ അത് ചാൻസ് കിട്ടും, നമുക്ക് ചാൻസ് കിട്ടുക തന്നെ പുറത്തേക്ക് സിനിമയ്ക്കകത്ത് നിൽക്കാന്നുള്ളതായിരുന്നു. അവിടെ എനിക്കറിയാം, പ്രത്യേകിച്ച് ഒരു പോലീസുകാരൻ സ്വന്തം യൂണിഫോം ഇട്ട് തോക്കം പിടിച്ച് നിൽക്കണമെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ലാന്ന് വളരെ വ്യക്തമായ ധാരണ ഉണ്ട് എനിക്ക്. പക്ഷേ എനിക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4-5 സൗഹൃദങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു. അത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഡ്യൂട്ടികൾ വാങ്ങിച്ചു വയ്ക്കുക. അതെന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതെല്ലാം വിധത്തിൽ എന്നെ സഹായിക്കാൻ പറ്റും അവർക്കറിയാം. ഇങ്ങനെ ഡ്യൂട്ടി വന്നു കഴിഞ്ഞാൽ ഒരു 25 പോലീസുകാരെ വേണമെങ്കിൽ എന്നെ ഡീറ്റെയിലിംഗ് ഇങ്ങോട്ട് വിളിക്കട്ടെ, ഡ്യൂട്ടി വന്നിട്ടുണ്ട് നിനക്ക് വേണോ? ചിലപ്പോൾ എനിക്ക് നാളെ റെസ്റ്റ് ആയിരിക്കും, ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നാളെ പോകണ്ടായിരിക്കും. ഞാൻ ഇട്ടിട്ടോ എനിക്ക് നാളെ റെസ്റ്റ് വേണ്ട, ഞാൻ അതിന് വെക്കോളാം. അങ്ങനെ വെക്കൊണ്ടിരുന്ന ആളാണ്. അത്രയും ആഗ്രഹിച്ച് പിന്നാലെ നിന്ന ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുമ്പോൾ എവിടെ നിന്ന് ഷോട്ടിൽ വരും, സ്ക്രീനിൽ വരും? അത് ആദ്യകാലങ്ങളിൽ എനിക്കറിയില്ലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ക്യാമറയും ഫ്രെയിമൊക്കെ പിന്നെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എവിടെ ചെന്ന് നമ്മൾ തട്ടി നിന്നാൽ എവിടെ നിർത്തുന്നു എന്നുള്ളതല്ല, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് കാര്യം. അങ്ങനെയുണ്ട്. പിന്നെ അവർ നമ്മൾ ഒരു കൂട്ടത്തിൽ നിങ്ങൾ ഇവിടെ നിന്ന് പറയും. 1-2 റിഹേഴ്സൽ പോകുമ്പോൾ നമുക്കറിയാം ഈ സാധനം ഏത് വഴിയൊക്കെ പോകും, ഇത് ഏതൊക്കെ വകുപ്പിൽ ആൾക്കാരെ കിട്ടും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അത് കൃത്യമായിട്ട് അറിയാം. അത് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർ നിർത്തുന്നതിനപ്പുറത്തേക്ക് നമ്മൾ നിൽക്കുന്നത് പോലെ നമുക്ക് കിട്ടും. തല വരും, ഷോട്ടിൽ വരും. അങ്ങനെ വന്നിട്ടുണ്ടോ? പിന്നെ അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുള്ളത് ഈ മറ്റേ പോലീസ് പടത്തിൽ ഞാൻ പറയില്ലായിരുന്നു പൃഥ്വിരാജിൻ്റെ, അത് ഞാൻ ഇടിച്ചു കയറി ഫ്രണ്ടിൽ എന്നിട്ട് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞിട്ട്. അപ്പം കൂടെയുള്ള ആർക്കും അങ്ങനെ താല്പര്യം എന്നുള്ളതല്ല, അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗം മാത്രമായിരുന്നു. പക്ഷേ എനിക്ക് സിനിമ അത് അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ക്യാമറ എവിടെ വരും അത് ഏകദേശം കിട്ടും. അത് ലെൻസ് അറിയണമെന്നൊന്നുമില്ല, പക്ഷേ ഇവര് ഇത് പാൻ ചെയ്യണ കാണുമ്പോൾ നമുക്കറിയാം എന്തിനാണ് ഇത്രയും പേരെ നിർത്തണം എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്. എന്തിന് ഇത്രയും പേരെ നിർത്തണം? അപ്പം ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും പേര് വേണ്ട, മാറ്റി നിർത്തിയാൽ പോരെ. ഇത്രയും വൈഡായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയൊക്കെയോ പതിയും ആരുടെയെങ്കിലുമൊക്കെ മുഖം. അത് കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ളൂ. അപ്പോൾ ഈ പിന്നെ ഇപ്പം മോണിറ്ററൊക്കെ ഇപ്പം 2010 ശേഷം വന്നു, എല്ലാവരും കാണാൻ പറ്റുന്നൊരവസ്ഥയായി. അപ്പം അതിനുശേഷം വന്നതിലൊക്കെ എനിക്കറിയാം. ഞാൻ ഒരു തവണ റിഹേഴ്സൽ വിട്ട് ഞാൻ തന്നെ പോയി എന്നെ കാണുന്നുണ്ടോ ഇല്ല, അപ്പോൾ ഇല്ല സ്ഥലത്ത് അവിടെ അപ്പുറത്ത് പോയി നിന്ന് കിട്ടും. അപ്പോൾ ഞാൻ ആ കറക്റ്റ് അവിടെ പോയി നിൽക്കും. അങ്ങനെ പോയി നിന്നിട്ടുണ്ട്. 8-ാം വയസ്സിൽ കടയടച്ച് മകനെ ഓഡിഷന് കൊണ്ടുപോയ അച്ഛൻ ഇപ്പം ഡേസേറ കണ്ടിട്ട് പൊളിച്ചെന്ന് അറിഞ്ഞു എന്ന് ഞാൻ കേട്ടു. എന്താ പറഞ്ഞ ആക്ച്വൽ ഡയലോഗ് എന്തായിരുന്നു അച്ഛൻ്റെ? അച്ഛൻ വന്നിട്ട് എന്നോട് പറഞ്ഞത്, എടാ ഇവിടെ അച്ഛൻ്റെ അടുത്ത് കുറേ പേര് വന്നിട്ട് മോൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഭയങ്കര രസമായിരുന്നു, നല്ല മോൻ പൊളിച്ചു എന്ന് പറഞ്ഞു. അതെ ആണ്, നിങ്ങളെ മോൻ പൊളിച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ്. അത് അച്ഛൻ ഫോണിലൂടെയാണ് പറയുന്നതെങ്കിൽ പോലും ആക്ച്വലി അച്ഛൻ്റെ മുഖം എന്താണെന്ന് എനിക്ക് ആ ഫോണിലൂടെ കാണാൻ പറ്റുന്നു. ഒരു സാധാ കോളാണെങ്കിൽ പോലും അപ്പുറത്ത് അച്ഛൻ്റെ മുഖത്ത് എന്തായിരിക്കും അല്ലെങ്കിൽ മനസ്സിലെന്തായിരിക്കും അച്ഛൻ്റെ കൂടെ ആഗ്രഹമായിരുന്നോ? അച്ഛൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു എതിർപ്പും കൂടാതെ എന്നാൽ പോവാം എന്ന് പറഞ്ഞ് കൂടെ വന്നൊരു മനുഷ്യൻ എന്തായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് എനിക്കറിയാമല്ലോ. അവൻ അതാണ് ആഗ്രഹമെങ്കിൽ അവൻ അത് ചെയ്യട്ടെ എന്നുള്ളതാണ്. ഞാൻ എന്താവണ്ട എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനങ്ങളായിട്ടാണ് എപ്പോഴും എൻ്റെ വീട്ടുകാർ വിട്ടിട്ടുള്ളത്. ഒരിക്കലും ഒന്നിനും പ്രഷർ തന്നിട്ടില്ല. അന്ന് 8-ാം വയസ്സുകാരൻ എങ്ങനെയാണ് സിനിമയുടെ ആഗ്രഹം തോന്നി? ഞാൻ ഈ പറഞ്ഞില്ലേ, ചെറിയ ഈ നാട്ടിലങ്ങനെ അധികം വീടുകളിലൊന്നും TV ഇല്ല, എൻ്റെ വീട്ടിലും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ അവിടെ ഒരു സുകുമാരമാവൻ്റെ വീട്ടിലാണ് ഞങ്ങളെല്ലാവരും കാണാൻ പോകുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്ക് അവിടെ ഈ പായും തലയണൊക്കെ ആയിട്ടൊക്കെ പോകുന്നത് രാത്രി 12 വരെയൊക്കെ ഉണ്ടാവും. ഈ മറ്റേ മഹാഭാരതം അത് ഇതൊക്കെ ഉണ്ടല്ലോ അതെ ദൂരദർശനിൽ, അന്ന് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് തിരിച്ചും കണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. ഓരോരുത്തർ പെർഫോം ചെയ്യണം കാണുമ്പോഴത്തേക്ക് ഇത് കൊള്ളാമല്ലോ പരിപാടി. അപ്പം ഞാൻ എന്തിനാണ് ഇത് കാണുന്നത്? ഞാൻ കാണുന്നത് ഇവരെ കാണാനാണ്, ഇവരെ പെർഫോമൻസ് കാണാനാണ്. അപ്പോൾ ഇത്രയും പേര് ഞങ്ങളുടെ നാട്ടിലുള്ള ഇത്രയും പേര് ഇവിടെ വന്ന് നീ 1-2 ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് തരുന്നൊരു കിക്കുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന നമുക്ക് ഈ കിക്കാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഇതാ ഒരു ചെറിയ പ്രായത്തിൽ നമ്മുടെ ഉള്ളിൽ കയറിയതാണ്. അപ്പോൾ അതിൻ്റെ എന്താണ് പിന്തുടർന്നാണ് നമ്മൾ ഇതിൻ്റെ ഓരോ സ്ഥലത്ത് പോയതും. പിന്നെ ഈ പറഞ്ഞ ഡെയിലി
ഈ വെള്ളിയാഴ്ചകളിൽ പത്രത്തിൽ ഇന്നത്തെ സിനിമ മറ്റേ പുതിയ ഇന്ന് മുതൽ വരുമ്പോൾ ഞാൻ വെട്ടും. വീട്ടിലെ പത്രമല്ല, അപ്പുറത്തെ പത്രമാണ്. എന്നാൽ പോലും അത് ഭയങ്കര സീനായിരുന്നു. ഈ വെട്ടി വെക്കുമ്പോഴത്തേക്കും 2 പത്രമുണ്ട് അപ്പുറത്തെ വീട്ടിലവർക്ക്. അപ്പം ഞാൻ ഇതിൽ നിന്ന് വെട്ടുമ്പോൾ എനിക്ക് അപ്പുറത്തെ വാർത്തയല്ല പ്രാധാന്യം, ഇപ്പുറത്തെ ഇന്ന് മുതൽ ഇതെടുത്ത് വെട്ടി ഒട്ടിക്കലൊക്കെ ആയിരുന്നു എൻ്റെ പരിപാടി. അതൊക്കെ ഭയങ്കര സീനായിട്ടുണ്ട്. അവിടെയൊക്കെ ഭയങ്കര സംസാരമായിട്ടുള്ളതാണ്. പിന്നെ അവസാനം വീട്ടിൽ നിന്ന് പത്രങ്ങളിലേ നിർത്തി. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലീവ് എടുക്കാനുള്ള കോൺഫിഡൻസ് വന്നപ്പോഴാണ് 2018 കഴിഞ്ഞോടിയാണോ? അല്ലല്ല, ഇനി വേറെ ലീവൊന്നും കിട്ടൂല എന്ന് മനസ്സിലായി. ലീവ് എടുത്തത് ഇനി ഞാൻ ഇങ്ങനെ കളിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് മനസ്സിലായപ്പോഴാണ്. ബാക്കിയെല്ലാം തീർന്നു. അവർക്ക് തരാൻ പറ്റുന്നതിന്റെ മാക്സിമം തന്നു. ഇനി സിനിമ കിട്ടിയാലും ഇല്ലെങ്കിലും എനിക്കിനി സിനിമയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലോങ് ലീവേ ഉള്ളൂ എന്നുള്ളൊരു ധാരണ എനിക്കും കിട്ടി. ആ ലിസ്റ്റ് ഓഫ് ലീവിലെ അവസാനത്തെ എല്ലാം കഴിഞ്ഞു. ഇനി ലോങ് ലീവേ ഉള്ളൂ. അവിടെ എത്തി ഞാൻ. അതെ, ലോങ് ലീവ് എന്ന് പറഞ്ഞാൽ 5 കൊല്ലമാണ്. അങ്ങനെ 5 കൊല്ലമാണ്. ഇപ്പം ഞാൻ 2.5 കൊല്ലമായി. ഓക്കെ. ഫോൺ പേയുടെ ആഡ് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഓഡിഷൻ കൊടുത്തതാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോൾ ശല്യം കാരണം ഞാൻ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞു ഇങ്ങനെ കൊടുത്തൊക്കെ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് അതിലൊരു സക്സസ് ഉണ്ടായിട്ടുണ്ട്. ഇന്റർവ്യൂ ശല്യമായിട്ട് പോയി ചെയ്തതാ. ഫോൺ പേയുടെ ആഡ് ഇതുപോലെയാ. 2.5 ലക്ഷം ആൾക്കാരിൽ നിന്ന് 2 പേര് സെലക്ട് ആവുന്നു. അതിൽ നിന്ന് ഫൈനലി ജിബിൻ വരുന്നു. അപ്പോൾ ഒരു ആഡ് വേണമെങ്കിൽ ജീവിതം മാറ്റിമറിക്കും. അത് ആഡ് ജീവിതം മാറ്റിമറിച്ചതിനപ്പുറത്തേക്ക് അത് ഞാൻ ചെയ്ത ഓഡിഷനിലല്ല എന്നെ സെലക്ട് ചെയ്തത്. ഇതിൻ്റെ ഡയറക്ടർ കണ്ടത് എൻ്റെ ഈ ഓഡിഷൻ വീഡിയോ വർക്കല്ലാത്തത് കൊണ്ട് ആഡ് ചെയ്തു. ഞാൻ പോലീസിന് വേണ്ടി ചെയ്ത ഒരു കോവിഡ് ടൈമിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ആഡ് ചെയ്തു. പക്ഷേ അതും കൂടെ മെയിലിൽ ചേർത്താണ് കൊടുത്തത്. അവർക്ക് എൻ്റെ ലുക്ക് ഭയങ്കര വർക്കായിരുന്നു. അപ്പോൾ ഇവർ എൻ്റെ വർക്ക് മോശമായതുകൊണ്ട് ഇവർ ഇതും കൂടെ ചേർത്ത് കൊടുത്തു. അത് ആ ഡയറക്ടർ ആദ്യം ഓപ്പൺ ചെയ്തത് ആ വീഡിയോ ആണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫോൺ പേ ആഡിൽ വന്നത്. പക്ഷേ ആ ഫോൺ പേ ആഡിൻ്റെ ഈ ഓഡിഷൻ വീഡിയോ ആണ് അവർ തുറന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിലുണ്ടാവുമായിരുന്നില്ല. നമ്മുടെ ഒറിജിനൽ ഓഡിഷൻ തുറന്നിരുന്നെങ്കിൽ ഞാൻ ആ പരസ്യത്തിലുണ്ടാവുമായിരുന്നില്ല. അത് കയറി കത്തിയില്ല, കത്തി ഭയങ്കരമായിട്ട്. അത് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ മീൻസ് ഒരു 6-7 ലാംഗ്വേജിൽ അത് പോയിട്ടുണ്ടായിരുന്നു. എല്ലാ റീജിയണൽ ലാംഗ്വേജിലും പാട്ട് വെച്ചിട്ടൊക്കെയാണ് അത് പോയത്. അത് ഭയങ്കര റീച്ചാണ് എനിക്ക് തന്നത്. അതെങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കി? കൂടുതൽ സിനിമ റോൾസ് സിനിമ റോൾസ് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല ഏറ്റവും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയത് മമ്മൂട്ടി സാറിനല്ലേ. അദ്ദേഹത്തിനെ പോലൊരു മനുഷ്യൻ അത് ശ്രദ്ധിച്ചു. ഞാൻ ഇവനെ ആദ്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇതിലാണ് എന്ന് പറഞ്ഞെങ്കിൽ അത് ഞാൻ അയച്ചു കൊടുത്തു. അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം കണ്ടു കാണും. പക്ഷെ ഞാൻ അയച്ചു കൊടുത്തു. പിന്നെ രണ്ടാമതും കൂടെ എന്നോട് നമ്മുടെ ഹനീഫ് അദേനിയുണ്ട്, മാർക്കോടെ ഡയറക്ടർ പറഞ്ഞു. അതെ, അപ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് സാറിന് അയച്ചു കൊടുക്ക്, ഞാൻ നമ്പർ തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്ക് അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞ എനിക്ക് എന്നെ പറ്റിയൊരു ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്ത് പുള്ളി വായിച്ചിട്ട് അവസാനം നോക്കിയപ്പോൾ ഒരു തമ്പ് ഇങ്ങനെ വന്നു. തംസപ്പ്, മമ്മൂക്കയുടെ തംസപ്പിൽ. ഇപ്പം പത്രം അരിച്ചു പെറുക്കി വായിക്കുന്ന ആളാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ വായിച്ചതുകൊണ്ടാണ് PSC പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. PSCയിൽ തന്നെ പേ സ്കെയിൽ കൂടുതലായതുകൊണ്ട് പോലീസ് സെലക്ട് ചെയ്തതാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പോലീസ് ആയതിനു ശേഷമുള്ള സർവീസ് കാലഘട്ടം എങ്ങനെയായിരുന്നു? ഞാനൊരു 16-17 കൊല്ലത്തോളം ജോലി ചെയ്തതാണ്. 2007 ഞാൻ ജോലിക്ക് കയറി. 2023 ഞാൻ ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ നല്ല ഞാൻ പറഞ്ഞില്ലേ, എല്ലാം എനിക്ക് തോന്നുന്നു ഭയങ്കര സ്ട്രഗിളിങ്. ഓരോ പോലീസുകാരൻ്റെ ജോലി ഭയങ്കര കടുപ്പമാണ്. മാനസികമായിട്ട് ഭയങ്കര നമുക്ക് എപ്പോഴും പ്രഷറിലാണ് ജീവിതം. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ സിനിമയും കൂടെ പിടിച്ചുകൊണ്ട് വരുന്നത്. ഈ രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളൊരു എന്നാലും എൻ്റെ ആശ്വാസം സിനിമ കാണലും ഈ പറഞ്ഞ സിനിമയ്ക്ക് അഭിനയിക്കാൻ പോലുമൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട് ബാക്കി പോലീസുകാർ ഇത് വളരെ ആസ്വദിച്ച് ചെയ്യുന്ന പോലീസുകാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ജോലി. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില ജീവിതത്തിൻ്റെ നല്ല മൊമെൻറ്റ്സൊക്കെ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് പോലീസുകാർക്കാണ്. സ്വന്തം കുടുംബത്തിലായാലും അത് പുറത്തായാലും നല്ല മൊമെൻറ്റ്സൊക്കെ മിസ്സാവാൻ അങ്ങനൊരു വർഗമാണ് പോലീസിൻ്റെത്. അത് ആരുടെയും തെറ്റൊന്നുമല്ല, ആ ജോലിയുടെ സ്വഭാവം അതായതുകൊണ്ട് അത് ഭയങ്കര സങ്കടകരമായ കാര്യമാണ്. ജോലി ഡിമാൻഡ് ചെയ്യുന്ന കാര്യമാണ്. അത്രേ ഉള്ളൂ. ഒരു പോലീസുകാരുടെ കഥ തന്നെ സിനിമ ആക്കാനുള്ള കഥ ഉണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ കഥ ഉണ്ടോ? ഞങ്ങളൊരു ഞാനും എൻ്റെ സുഹൃത്ത് അരുൺ BT എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ സെല്ലാണ്. ഇവന് ഞാൻ കൂടെ ഒരു സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രൊഡക്ഷനൊക്കെ സെറ്റ് ആക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. മെയിൻ ആക്ടേഴ്സിനോടൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. ഡയറക്ഷനിലേക്ക് എഴുത്തിലേക്കുള്ള എഴുത്താണ്. ഡയറക്ഷൻ കുറച്ചുകൂടെ ഒക്കെ ബുദ്ധി വേണം. അതുകൊണ്ട് എഴുത്ത് കുറച്ചുകൂടെയൊക്കെ ഇങ്ങനെ എഴുതി ഒരു ഡ്രാഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. 1-2 ഡ്രാഫ്റ്റിൽ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. ഫസ്റ്റ് ഓഡിഷൻ ഓർക്കുണ്ടോ? ഉണ്ട്. ഏതാ? 8ാം വയസ്സിൽ ആ ഓഡിഷൻ. പടം നടന്നില്ല. അതാണ് സംഭവിച്ചത്. ഓക്കെ. ലാസ്റ്റ് ഓഡിഷൻ അത് ഏതായിരുന്നു? കുറേ മറ്റേ നമ്മുടെ ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് അവിയൽ, അതാണ്
ഞാൻ ലാസ്റ്റ് ചെയ്ത ഓഡിഷൻ. അതിൽ എന്നോട് എനിക്ക് തോന്നുന്നു ഭയങ്കര ഡയറക്റ്റായിട്ട് തന്നെ എന്നെ ഓഡിഷൻ നടത്തിയതാണ്. ഇവിടെ വന്നു കണ്ടു, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 3 ഓഡിഷൻ നടത്തി. എന്താ പറയുക, എൻ്റെ പറഞ്ഞ ഒരു മാസത്തെ ലീവൊക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഫുൾ ഒരു ജൂൺ മാസം മൊത്തം വേണം, ബോംബെയിൽ ആ സമയത്ത് മഴയാണ്, ആ സമയത്ത് നമ്മൾ ഷൂട്ട് എടുത്തേണ്ടതെന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല, അവസാനം ഞാൻ പടത്തിൽ പിന്നെ എന്നെ എടുക്കേണ്ടായില്ല. പക്ഷെ അവർക്ക് എന്നെ ഓഡിഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഡേറ്റും ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നതാണ്, നടന്നില്ല. ഓക്കെ. പക്ഷെ അതിൻ്റെ ഡേസേറയിൽ അറിയാത്ത രീതിയിലൊരു ഓഡിഷൻ നടന്നു അല്ലേ? അത് ഓഡിഷൻ സീൻ വൈസ് ഒന്നുമല്ല, സംസാരിച്ചു ഇതുപോലെ നമ്മൾ സംസാരിച്ച് മാത്രമേ. കണ്ണ് ചെക്ക് ചെയ്ത കണ്ണ് ചെക്ക് ചെയ്ത ഐ ടെസ്റ്റ് ആയിരുന്നു. അതെ, കണ്ണ് ഡോക്ടർ പോലെ. നടക്കാതെ പോയ റോള് പക്ഷെ ഭയങ്കര ഹിറ്റായ വേറൊരാൾ ചെയ്ത ക്യാരക്ടർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇത് നമ്മൾ ഓഡിഷൻ കൊടുത്തു പക്ഷെ ആ റോളം കയറി കത്തി. അതുണ്ട്, അത് പറയാൻ പറ്റില്ല, ഞാൻ പറയില്ല. നല്ലൊരു വേഷം, ഗംഭീര ഒരു വേഷം പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് 2 ഇയറിനകത്ത് തന്നെ നല്ല സാധനം, ഒരു നല്ല ക്യാരക്ടർ പോയിട്ടുണ്ട്. അത് എല്ലാം ഓക്കെ പറഞ്ഞിരുന്നതാണ്, പക്ഷെ എന്ത് മാറി, അത് പോയി, പോയത് തന്നെ. അത് മറ്റേ നന്നായിട്ട് ചെയ്തു. സിനിമയില് ഇപ്പം ആക്ടേഴ്സായ ഓഡിഷൻ ഫ്രണ്ട്സ് ഉണ്ടാവല്ലോ, നമ്മൾ ഒരുമിച്ച് ഓഡിഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ഉണ്ണിലാലും ഞാനൊക്കെ ഒരുമിച്ച് ഉണ്ടയുടെ ഇതിൽ ഞങ്ങൾ ജൂനിയർ ആക്ടറായിട്ട് പോയിക്കൊണ്ടിരുന്നവരാ. അപ്പോൾ ഒരു റൂമിലായിരുന്നു, ഞങ്ങൾ രണ്ടുകൂടെ തന്നിക്കാൻ ഒറ്റ റൂമായിരുന്നു. അത് സിനിമ തുടങ്ങി 2ാമത്തെ ദിവസം തന്നെ ഞങ്ങളുടെ ഒരുമിച്ച് ആടി. കാര്യം 10,000 പോലീസുകാരുടെ ഇടയിൽ നമ്മൾ നിൽക്കുക, അങ്ങനെ വെയിലത്തിട്ട് പരേഡ് ചെയ്ത് എനിക്ക് ഭ്രാന്തായി. ഞാൻ പറഞ്ഞു എനിക്ക് പോകണം, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ റൂമിലുള്ളല്ലേ അവൻ, എന്നാൽ എനിക്കിത് പറ്റൂല കേട്ടോ, ഇങ്ങനെ വെയിലുള്ള വയ്യാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എത്ര രൂപ ഞാൻ എത്തിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു അവൻ്റെ അമ്മൂമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ അവനും ചാടി. ഇങ്ങനെയാണ് ഞാനുണ്ടല്ലോ തമ്മിലൊരു കൂട്ട് തുടങ്ങുന്നത്. അങ്ങനെ പിന്നെ അവിടുന്ന് അവൻ കോഴിക്കോട് വരെ ട്രെയിനിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഭയങ്കര കൂട്ടായി. ഇപ്പോൾ ലേറ്റസ്റ്റ് പടത്തിൽ നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തു. പ്രേക്ഷകർ നോട്ട് ചെയ്ത റോള്, പിന്നെ സ്വന്തം അഭിപ്രായത്തിലാണ് ഈ ഉത്തരം പറയേണ്ടത്. ഓക്കെ, പ്രേക്ഷകർ ഏറ്റവും നോട്ട് ചെയ്ത റോള്? നോട്ട് ചെയ്തത് DSR തന്നെ ആയിരിക്കും. ഓക്കെ. സിനിമാക്കാർ നോട്ട് ചെയ്ത റോള്? 2018. അതിനുശേഷം റോൾസ് വരാൻ തുടങ്ങി. അതിനുശേഷമാണ് നല്ല റോളുകൾ വരാൻ തുടങ്ങിയത്. സ്വന്തമായിട്ട് സന്തോഷം തോന്നിയ റോള്? ഏറ്റവും സന്തോഷം തോന്നിയത് വൈ, സുനിൽ ഇബ്രാഹിം സാറിൻ്റെ വൈയിലാണ്. ഞാൻ ആദ്യമായിട്ട് ത്രൂ ഔട്ട് ചെയ്യുന്നൊരു വേഷം അതാണ്. 2025 34 വർഷത്തെ ജേർണിയിൽ അവസാനം ഈ ഇൻ്റർവ്യൂവിലിരുന്ന് എന്തെങ്കിലും ഒരു കാര്യം ആ ജേർണിയെ കുറിച്ച് പറയണമെന്നുണ്ട്, എന്ത് പറയും? ഭയങ്കര രസകരമായൊരു യാത്ര. ഈ നമ്മൾ ശബരിമലയിൽ മറ്റേ കല്ലും മുള്ളും താണ്ടി നമ്മൾ അവസാനം അയ്യപ്പനെ കാണാൻ വേണ്ടി ചെന്ന് തൊഴുതും മറ്റേ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതുപോലുള്ളൊരു യാത്രയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ദർശനം കഴിഞ്ഞു? ഇല്ല, ആ ദർശനം എനിക്കറിയില്ല. അതൊരു ഇൻഫിനിറ്റി സംഭവമാണ്. അവിടെ എനിക്ക് ആ ഇൻഫിനിറ്റിയിലേക്കുള്ളൊരു ഒരു ട്രാവലാണ്, അതെനിക്കറിയാം. അത് ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇനി ഏത് കല്ലോ മുള്ളോ അത് മലയോ കുന്നോ എന്തായാലും ശരി, അതിനെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ചവിട്ടി മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു എനിക്ക് പക്ഷേ അത് സ്ട്രഗ്ലിങ്ങിന് അപ്പുറത്തേക്ക് അതാണ് റൂട്ട്, എൻ്റെ റൂട്ട് അതാണ് എന്ന് മനസ്സിലാക്കിയ ഒരാളാണ്. ഒരു സിനിമാക്കാരനായോ? സിനിമാക്കാരനുമാണ്. ആണ്. ഡയറക്ടർ രഞ്ജിത്ത് പറയുന്നില്ല നിങ്ങളൊരു നടനായോ എന്ന് ചോദിച്ചാൽ? അങ്ങനെ ചില ക്യാരക്ടറുകളിൽ ഞാൻ നടനായി. ഓക്കെ. ഞാൻ പൂർണ്ണ നടനൊന്നുമല്ല, ചില ക്യാരക്ടറുകളിൽ ഞാൻ നടനാണ്, അല്ലാത്തപ്പോൾ ഞാൻ നടനല്ല. ഇപ്പോൾ ബബ്ബ ഈ 3 സിനിമകളിൽ ആദ്യം ഷൂട്ട് ചെയ്തതാണെങ്കിലും ഇറങ്ങാനിരിക്കുന്ന അവസാനത്തെയാണ്. അപ്പോൾ ബബ്ബയെ പറ്റി എന്തൊക്കെ പറയാൻ പറ്റും നമുക്ക്? ബബ്ബ നല്ല പടമായിരിക്കും, നല്ല രസകരമായൊരു പടമായിരിക്കും. ഈ പറഞ്ഞതുപോലെ നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷൻ്റെ കാര്യമൊന്നുമില്ല. അതിൽ ഈ പറഞ്ഞ ദിലീപേട്ടൻ്റെ നല്ല ഗംഭീര പ്രകടനമായിരിക്കും. അതുപോലെ ലാൽ സാറ് കൂടെ ഉണ്ട്, ഗംഭീരമായിട്ട്. കോംബോ ഷോട്ട്സ് ഉണ്ടോ? എനിക്കില്ല, എനിക്ക് ലാൽ സാറോട്ടില്ല, ദിലീപേട്ടനായിട്ട് കുറേ സീൻസ് ഉണ്ട്. പിന്നെ ഔട്ട് ആൻഡ് ഔട്ട് നമ്മളൊരു ലോജിക്ക് നോക്കി കാണേണ്ട പടമല്ല, മാസ് എൻ്റർടൈനറാണ്. അത് ഭയങ്കര രസകരമായിട്ട് അത് ചിത്രീകരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. ഡയറക്ടറായാലും ധനഞ്ജയ്, അവൻ പിന്നെ എഴുതിയത് ഫാഹിമിൻ നോറിനും കൂടെയാണ്. ഇവരെല്ലാം ഒരു സത്യം പറഞ്ഞൊരു ഇവർക്ക് എല്ലാവർക്കും വട്ടാ. അപ്പോൾ ക്യാമറാമാൻ അർമ്മയ്ക്കും വട്ടാണ്, എല്ലാവർക്കും ഔട്ട് ആൻഡ് ഔട്ട് ഒരു വട്ട് പടം. പക്ഷെ അത് ഭയങ്കര രസകരമായിരിക്കും, ആ വട്ടിനൊരു ഭംഗിയുണ്ട്. അതാണ് ബബ. ഓക്കെ, അപ്പം ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഇനിയും ഇതുപോലത്തെ ആഗ്രഹിച്ച പോലത്തെ ഒരുപാട് റോളുകൾ വരട്ടെ. ഇത്രയും ചുരുങ്ങിയ സിനിമകളെ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും ഇത്രയും കഥകളുള്ളൊരു ആക്ടർ വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും സംസാരിക്കാനുണ്ട്. അപ്പം ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.